സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനെ നാം പരിചയപ്പെടുത്തേണ്ട ആവശ്യം നമുക്കാർക്കും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എങ്കിലും വളരെ വേഗത്തിലും പ്രൊഫഷണലുമായ ഒരുപാട് വൻ എന്റർപ്രണർമാരെ സൃഷ്ടിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് സക്സസ് ബ്രേക്ക് ഗ്ലോബൽ. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഹൈഫ്ലൈ മീറ്റിംഗ് നമുക്ക് തരുന്നത് ആർട്ടിസ്റ്റ് ലീഡറും ഗോയിങ് NTC ലീഡറുമായ ഇസ്മായിൽ സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പേ വ്യക്തിപരമായിട്ട് ഞാൻ പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹം എൻ്റെ നാടുമായി വളരെ അധികം അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വളരെ അധികം വലിയ തിരക്കുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം അദ്ദേഹം പഠിക്കുന്ന കാലത്ത് തന്നെ ഒരുപാട് നല്ല നല്ല ചരിത്രങ്ങൾ ഇതിഹാസങ്ങൾ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ബിരുദത്തിന് ശേഷം അദ്ദേഹം ഏകദേശം 20ഓളം വിഷയങ്ങളിൽ ദേശീയ തലങ്ങളിൽ ട്രെയിനിങ് പറന്ന് നടന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ വലിയ വലിയ പ്രോജക്റ്റുകൾ ഹാൻഡിൽ ചെയ്തിരുന്ന ദേശീയ തലങ്ങളിൽ വലിയ വലിയ പ്രോജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈ ബിസിനസ്സിൽ നമുക്ക് ഈ സമൂഹത്തിന് ആരോഗ്യവും അതുപോലെ തന്നെ സമ്പത്തും നൽകാൻ കഴിയുന്ന ഞാൻ ചെയ്യുന്ന മറ്റുള്ള ട്രെയിനിങ്ങുകളോ മറ്റൊന്നുമല്ല, അതിനേക്കാളും വലിയ സേവനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇന്ന് അദ്ദേഹം ഒരു വലിയ ടീമിനെ ഹോൾഡ് ചെയ്തുകൊണ്ട്, നല്ല പവർഫുൾ ആയിട്ട് ഒരു വലിയ ടീമിനെ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ബിസിനസ്സിൽ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരിക്കൽ ഞാൻ ഒരു മീറ്റിംഗിൽ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളും കാര്യങ്ങളും കണ്ട് മുബീൻ സാറും അതുപോലെ തന്നെ മനോജ് സാറും ഒരുപാട് അഭിപ്രായങ്ങൾ, അതായത് അജബായിക്കൊണ്ട്, അതായത് അത്ഭുതകരം, മനസ്സിൽ ഒരു വലിയ ഒരു അത്ഭുതത്തെ പോലെ ആണ് അദ്ദേഹത്തിന്റെ സ്പീച്ചുകൾ. ഒരിക്കൽ ഇസ്മായിൽ സാറിന്റെ സ്പീച്ചുകൾ മനോജ് സാർ അതുപോലെ മുബീൻ സാറും തമ്മിൽ കണ്ടുകൊണ്ട് അഭിപ്രായം പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് അതുപോലെ തന്നെ അപ്ലൈ ലീഡർമാർക്ക് ഇതുപോലെയുള്ള ഒരു ലീഡർ നമുക്കുണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യവും, അതുപോലെ തന്നെ ഡൗൺലൈൻ ലീഡർമാർക്ക് ഞങ്ങളുടെ ഒരു ലീഡർ ആണല്ലോ ഇദ്ദേഹം എന്നുള്ള സ്വകാര്യ അഹങ്കാരം നമുക്കുണ്ട്. അതുപോലെ തന്നെ ഏതൊരു വിഷയം സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എങ്ങനെ, ഏത് രീതിയിൽ, എവിടെ നിന്ന് പറയണം, എവിടെ നിന്ന് കൊടുക്കണം എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം ഒരൊറ്റ കോൾ കൊണ്ട് അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എന്നെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. എൻ്റെ പേര് മുസ്തഫ. ഞാൻ തിരൂരങ്ങാടി ചുള്ളിപ്പാറ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണുള്ളത്. നിലവിൽ ഞാൻ അക്യൂപങ്ചർ ആൾട്ടർനേറ്റീവ് മേഖലയിൽ വർക്ക് ചെയ്തിട്ട് വ്യക്തിയാണ്. അക്യൂപങ്ചർ അതുപോലെ തന്നെ സുജോക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തിരുന്നു. ഏകദേശം 14 വർഷത്തോളം എനിക്ക് പരിചയം. ഇപ്പോഴും ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഞാൻ ഈ മൈ ലൈഫ് സ്റ്റൈലിലേക്ക് വരാൻ കാരണം എന്നുള്ളത്, അതായത് ഇതൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യന് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ആവശ്യമാണെന്നുള്ള തിരിച്ചറിവാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമയം ഇനിയും ഒരുപാട് വളരെയധികം നല്ല കാര്യങ്ങൾ ഇസ്മായിൽ സാർക്ക് നമുക്ക് പറഞ്ഞു തരാനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്പോട്ട്ലൈറ്റിലേക്ക് ഇസ്മായിൽ സാർ ക്ഷണിക്കുകയാണ്. Sir, please welcome on the spotlight. Wonderful morning to all of you, and thanks to Mr. Sir for a wonderful, nice introduction. I really appreciate and I'm really proud of you, sir. കാര്യം ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൊബൈലിലെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു. എന്തായാലും ശരി, ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഞാൻ കൂടുതൽ സംസാരങ്ങളിലേക്ക് കിടക്കുന്നില്ല. എന്തായാലും മൈസെൽഫ് ഇസ്മായിൽ പറഞ്ഞു വളരെ സുന്ദരമായിട്ട് പരിചയപ്പെടുത്തി. ഗ്രേറ്റ് ലീഡർ മുസ്തഫ സാറുമായിട്ട് എനിക്ക് ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ പരിചയമുണ്ട്. പല ട്രെയിനിങ് സെഷനുകളിലും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് തെറാപ്പി മേഖലയിലെ, ട്രീറ്റ്മെന്റ് മേഖലയിലെ വളരെ എക്സ്പെർട്ട് ആയിരിക്കുന്ന ഒരു എന്താ പറയാ പവർഫുൾ ലീഡറാണ് മിസ്റ്റർ മുസ്തഫ സാർ. അങ്ങനെ നമ്മുടെ വെൽനെസിന്റെ അനന്ത സാധ്യത തിരിച്ചറിഞ്ഞ് അക്യുപഞ്ചർ ആവട്ടെ, മറ്റുള്ള എന്ത് സുജോഗ് തെറാപ്പികളാവട്ടെ, അങ്ങനെയുള്ള എന്തെല്ലാമൊക്കെ തെറാപ്പികൾ ഉണ്ടോ നമ്മുടെ ട്രീറ്റ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ, ആൾട്ടർനേറ്റീവ് തെറാപ്പി ഡിപ്പാർട്ട്മെന്റിൽ, ആ മേഖലയിലേക്കാൾ ഇമ്പോർട്ടന്റ് നമ്മുടെ വെൽനെസ്സിന് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഒരു പവർഫുൾ ലീഡറായി ഇന്ന് ടച്ചിങ് STC ആയിട്ട് വളരെ വലിയൊരു ടീമിനെ ഹോൾഡ് ചെയ്ത് പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഗ്രേറ്റ് ലീഡറാണ് മുസ്തഫ സാർ. റിയലി അപ്രീഷിയേറ്റ്. സെയിം ടൈം തന്നെ once again all of you most welcome and assalamu alaikum. നമസ്കാരം. എല്ലാവർക്കും നല്ല സുപ്രഭാതം നേരുന്നു. നല്ല തിമിർത്ത മഴയാണ് പെയ്യുന്നത്. എല്ലാവർക്കും ആയുരാരോഗ്യം, സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ സുരക്ഷയും
സന്തോഷവും ഈ സമയത്തും സമയത്തും എല്ലാ സമയത്തും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ തരുണത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് പറയുകയാണ്. ആദ്യമേ ഞാൻ എന്നെ ഈ ഇൻഡസ്ട്രിയിലേക്ക്, ഈ മഹത്തായ ദൈവികമായി വിളിച്ചും എന്നെ പരിചയപ്പെടുത്തിയ ഗ്രേറ്റ് ലീഡർ ഷുഹൈബ് സാറെ ഞാൻ ഓർക്കുകയാണ്. എന്റെ കൂട്ടുകാരൻ കൂടിയാണ്. ഇന്ന് എന്നെ ഈ ബിസിനസ് എന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടും എന്നെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പവർഫുൾ ലീഡറാണ്. സെയിം ടൈം തന്നെ ഞാൻ ഈ മഹത്തായ വിളക്ക് നമ്മളിലേക്ക് എത്തിച്ചത് നമ്മുടെ അഭിമാനവും രോമാഞ്ചവും നമുക്കൊക്കെ ഏറ്റവും പ്രതീക്ഷയായി നിൽക്കുന്ന നമ്മുടെ ഗ്രേറ്റ് SBG ഫൗണ്ടർ ഫാമിലി മനോജ് സർ ആൻഡ് ചേച്ചി, ആൻഡ് ആൾസോ മൈ ഗ്രേറ്റ് ഓൾ അതർ ലീഡേഴ്സ്, ഗ്രേറ്റ് അൽതാഫ് സർ ആൻഡ് ആൾസോ എൻ്റെ ലീഡേഴ്സ് ആൻഡ് മൈ പാർട്ട്നേഴ്സ്. എൻ്റെ താഴെ എന്തിനും ഏതിനും സാറേ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുന്ന എൻ്റെ പവർഫുൾ ടീം ലെനീസ്, എല്ലാവരെയും ഞാൻ അഭിമാനത്തോട് ഓർക്കുകയാണ്. സെയിം ടൈം തന്നെ എൻ്റെ കോവർക്കേഴ്സായി നിൽക്കുന്ന എല്ലാ സക്സസ് പാർട്ട്നേഴ്സിനെയും, എന്റെ ലവ് ലൈൻസ് എല്ലാ ആളുകളെയും ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നു. ഓൾ അതർ ലീഡേഴ്സ്, സമയമില്ലാത്തതുകൊണ്ട് പേരാർക്കും പറയുന്നില്ല, എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സെയിം ടൈം തന്നെ ഇന്ന് എനിക്ക് സംസാരിക്കാൻ സിസ്ബറി ഗ്ലോബൽ തന്നിരിക്കുന്ന സബ്ജക്ട് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു മഹത്തായ സബ്ജക്റ്റാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു സബ്ജക്ട് കൂടിയാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാര്യം ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ഞാൻ സംസാരിച്ച് നേരിട്ട് സ്ലൈഡുകളിൽ പോകുന്നതാണ്, അതുകൊണ്ട് കാര്യം മനസ്സിലാകുന്നുണ്ടാവും. വാട്ട് ഈസ് ആക്ച്വലി ടൈം മാനേജ്മെന്റ്? ടൈമിനെ മാനേജ് ചെയ്താൽ എന്തിനൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? ടൈം എന്ന് പറഞ്ഞാൽ വൺ ആൻഡ് ഓൺലി ഗിഫ്റ്റ് വിച്ച് ഗോഡ് ഹാസ് ഗിഫ്റ്റഡ് ടു ഓൾ ഓൺ സെയിം ലെവൽ. ഈ സമയം എന്ന് പറയുന്ന വസ്തുവാണ് സത്യം പറഞ്ഞാൽ ഏക വസ്തു, എല്ലാവർക്കും തുല്യമായി ദൈവം സമ്മാനിച്ച വസ്തു. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കാം. ഈ ലോകത്ത് സമ്പത്ത് ഡിഫറെന്റ് കാറ്റഗറിയിലാണ്. ഒരു പക്ഷേ നമുക്ക് കയ്യും കാലും എല്ലാവർക്കും അതൊക്കെ ഡിഫറെന്റാണ്. ചിലർക്ക് കൈയുണ്ട്, ചിലർക്ക് കാലില്ല, ചിലർക്ക് കയ്യും കാലും എല്ലാം ഉണ്ട്, പക്ഷെ തലക്കകത്ത് വർക്ക് ചെയ്യുന്നില്ല. ഇറ്റ് മീൻസ് ബുദ്ധിമാന്ദ്യം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മെന്റലി ചലഞ്ചഡ് ആണ്, ഹെൽത്തലി ചലഞ്ചഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ തറവാട് ചെറുതായിരിക്കും, അല്ലെങ്കിൽ അച്ഛനമ്മമാരെ എല്ലാവർക്കും ജന്മം കൊണ്ടപ്പോണ്ട്, ചിലർക്കില്ല. ചിലർ രാജ്യങ്ങൾ വ്യത്യസ്തമാണ്, ചിലർ കടലിന്റെ പക്കത്താണ് ജന്മം, ചിലർ കരയിലാണ്, ചിലർ മലമ്പ്രദേശത്താണ്, ചിലത് കാട്ടിലാണ്. പലതും പല ദേശങ്ങൾ, പല സ്വഭാവങ്ങൾ, പല ഭാഷകൾ. ചിലരുടെ തടിച്ചിട്ടാണ്, ചിലർ മെലിഞ്ഞിട്ടാണ്, ചില ഫാമിലി മുഴുവൻ വെളുത്തിട്ടാണ്, ചിലത് ചെറിയ ഒരു നേരിയ കറുപ്പിലാണ്, പലതും ഉണ്ട്. പക്ഷേ ലോകത്തെല്ലാവർക്കും തുല്യമായിട്ട് ദൈവം സമ്മാനിച്ച ഏക വസ്തു, ദ മോസ്റ്റ് പവർഫുൾ പ്രഷ്യസ് ഗിഫ്റ്റ് ആൻഡ് ബെനവലന്റ് ബൈ ദ ഗോഡ്, ദൈവം സമ്മാനിച്ച ഏക വസ്തു, ദാറ്റ് ഈസ് ദ ടൈം. എന്തിനാണ് ദൈവം എല്ലാവർക്കും കൃത്യമായിട്ടൊരു വസ്തു കൊടുത്തത്? അതിന്റെ ഉത്തരം നമുക്ക് ആ വസ്തുവിന്റെ പ്രത്യേകതയിൽ തന്നെ. ബിക്കോസ് ദിസ് എനിവൺ ക്യാൻ ബൈ ദിസ്, ഈ ഒരു സമയം കൊണ്ട് എനിവൺ ക്യാൻ മേക്ക് എനിത്തിങ് എന്നാണ്. ഈ ലോകത്ത് ഏതൊരുത്തനും എന്തും ഉണ്ടാക്കാൻ പറ്റുന്നത് സമയം കൊണ്ടാണ്. അത് സത്യം പറഞ്ഞാൽ ദൈവം എല്ലാവർക്കും തുല്യമായി കൊടുത്തു എന്നുള്ളതാണ്. ആ തുല്യമായി കൊടുക്കുമ്പോൾ തന്നെ അതിനൊരു അർത്ഥമുണ്ട്. അവനക്ക് എന്താകണമോ അതുകൊണ്ടാകാൻ പറ്റുന്നതാണ്. അല്ലായിരുന്നെങ്കിൽ സമ്പത്ത് കൃത്യമായിട്ട് ദൈവം എല്ലാവർക്കും കൊടുക്കേണ്ടിയിരുന്നു. എല്ലാവർക്കും സമ്പത്ത് കൊണ്ട് മാത്രമേ എന്തെങ്കിലും ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തറവാട് എല്ലാവർക്കും ഭംഗിയായിട്ട് കൊടുക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഭാഷാ നൈപുണ്യം കൊടുക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എബിലിറ്റി കൊടുക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഹെൽത്തിലി എല്ലാവരെയും സെറ്റ് ഫിറ്റ് കറക്റ്റാക്കി ദൈവം ഇറക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ എല്ലാവരുടെയും രാജ്യം ഏറ്റവും സമ്പന്നമായുള്ള രാജ്യത്ത് കൊണ്ടാക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ അടിമയും ഉടമയും എന്ന് പറഞ്ഞ പോലെ എല്ലാവരെയും ഒരു പ്രത്യേക തസ്തികയിൽ ദൈവം ക്രിയേറ്റ് ചെയ്തിരുന്നു. അതൊന്നും ദൈവം ചെയ്തില്ല. കാര്യം എന്താണ്? അതിലൊന്നും ഒരു കഴമ്പില്ല എന്നുള്ളതാണ്. കഴമ്പുള്ളത് ആകെ ഒന്നിലാണ്. തുല്യമായി ദൈവം അത് തന്നിട്ടുണ്ട്. എന്താണത്? അംബാനിക്കായാലും അദാനിക്കായാലും എനിക്കായാലും നിങ്ങൾക്കായാലും, അത് ഏത് ബിൽഗേറ്റ്സിനാണെങ്കിലും എലൻ മസ്കിനാണെങ്കിലും ജെഫ് ബെസോസിനാണെങ്കിലും നമ്മളെ നാട്ടിലെ പാവപ്പെട്ട ആൾക്കാർക്കാണെങ്കിലും ആണിനും പെണ്ണിനും ഏതൊരു നമ്മുടെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും സസ്യലതാദികൾക്കും അത് എന്താവട്ടെ ചേതന അചേതന വസ്തുക്കൾക്ക് പോലും ദൈവം തുല്യമായി നൽകിയ ഒരേ ഒരു വസ്തു, ദ മോസ്റ്റ് പവർഫുൾ ഗിഫ്റ്റ് ഓഫ് ദ ഗോഡ്, ദൈവത്തിന്റെ മോസ്റ്റ് പ്രഷ്യസ് സാധനം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ടൈം. കാര്യം എന്താണ്? ആ ടൈം കൊണ്ട് നമുക്ക് എന്തും നേടാൻ പറ്റുന്നതാണ്. ആ ടൈം നമുക്കില്ലെങ്കിൽ ഒന്നും നമുക്ക് നേടാനും പറ്റുന്നതാണ്. സോ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സമയം. നമുക്കൊക്കെ അറിയാൻ പറ്റും. സമയത്തെ കുറിച്ച് നമ്മൾ പറയും, എന്താ പറയാ, സമയത്തിനെ ബേസ് ചെയ്തതാ ഫുള്ള് കാലങ്ങൾ ഫുള്ള് നമ്മൾ പറയാറുണ്ട്. ഹേമന്തകാലം, ഗ്രീഷ്മകാലം, വസന്തകാലം, ഉഷ്ണകാലം, ശൈത്യകാലം, അതേപോലെ തന്നെ ഒരുപാട് അങ്ങനെ കാലം, ലാസ്റ്റത്തെ കാലം കഷ്ടകാലം, ഇങ്ങനെ എല്ലാവരും പറയാറുണ്ട് അല്ലെ. അങ്ങനെ കാലങ്ങളും സമയങ്ങളും ഇതാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് അല്ലെ. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ സ്ഥാനം അതെന്നതിന് കൃത്യമായിട്ട് പറഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും. ഒരു വലിയ ഫാഹിർ എന്ന് പറയുന്ന ഒരു ഉറുദു കവി, അല്ലെങ്കിൽ ഒരു എന്താ പറയാ കവി പറഞ്ഞ വാക്കുകൾ തന്നെ അങ്ങനെയാണ്. മേരി ദൗലത്ത് ബി ലേലോ, മേരി ശുഹറത്ത് ബി ലേലോ, ഭലേ ചീൻ ലോ മുജ്സെ മേരി ജവാനി മഗർ മുझको लौटा दे बचपन के सावन व कागज के कश्ती व बारिश के पानी. ആ കവി പറയുന്നത്, വിലപിക്കുന്നത് ഇങ്ങനെയാണ്: എന്നിൽ നിന്ന് എന്റെ സമ്പത്തും ഷുഹറത്തും ഒക്കെ എടുത്തു കൊണ്ടുപോയിക്കോ. മേരി ദൗലത്ത് ബിലേലോ, എന്റെ സമ്പത്ത് കൊണ്ടുപോയിക്കോ. മേരി ഷുഹറത്ത് ബിലേലോ, എന്റെ ഷുഹറത്തും കൊണ്ടുപോയിക്കോ. ഭലേ ചീനലോ മുജ്സെ മേരി ജവാനി, പറ്റുമെങ്കിൽ എന്റെ ഈ തുളുമ്പി നിൽക്കുന്ന യുവത്വം നീ കൊണ്ടുപോയിക്കോ. ആർക്ക് വേണമെങ്കിലും ഞാൻ ഫ്രീ ആയിട്ട് തരാം. പക്ഷെ എനിക്ക് വേണ്ടത് മഗർ മുझको लौटा दे, പക്ഷെ എനിക്ക് തിരിച്ചു വേണ്ടത്
ബാരിഷ് കെ പാനി കാതിക്ക് കഷ്ടി, ആ ഇറവെള്ളത്തില് ഞാൻ തോണി വിട്ട് കലർന്ന എന്റെ ബാല്യകാലമുണ്ട്, എന്റെ കുട്ടിക്കാലമുണ്ട്. ആ ഒരു ബച്പൻ അത് എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ആ ചൈൽഡ്ഹുഡ്, ആ കാലങ്ങളെ എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ഇറ്റ് മീൻസ് കഴിഞ്ഞു പോയ സെക്കൻഡുകളെ എത്ര കോടി കൊടുത്താലും കിട്ടില്ലെന്നും എത്ര കോടി തരാനും ഞാൻ റെഡിയാണ്, ആരെ തിരിച്ചു തരാനും ചോദിക്കുന്ന കവിയുടെ വിലാപം സൂചിപ്പിക്കുന്നത് ഒറ്റ വാക്കാണ്: ടൈം ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന കാര്യം ടൈമാണ്. എന്ന് മാത്രമല്ല, ദ ഡെസ്റ്റിനി ഓർ ദ ഐഡന്റിറ്റി. നമ്മൾ പറയില്ലേ എന്താണോ എന്റെ വിധി, നമ്മൾ പറയില്ലേ വിധി കെട്ടവനായിപ്പോ, അല്ലെങ്കിൽ വിധി ഇല്ലാത്തവനായിപ്പോ, അല്ലെങ്കിൽ എനിക്ക് അതിന് വിധി ഉണ്ടായില്ല, വിധി കൂടിയില്ല, അങ്ങനെ പറയാറുണ്ട് അല്ലെ. നമ്മുടെ ജീവിതത്തിന്റെ ലാസ്റ്റ് തലത്തെ ഞാൻ ഡെസ്റ്റിനി വിളിക്കാം. അല്ലെങ്കിൽ മനോജ് സാറെ ക്ലാസ്സിൽ പറയുന്നു നമ്മുടെ ഐഡന്റിറ്റി എന്താണ്, നീ എന്തായിട്ട് അറിയപ്പെടുന്നത്. ചിലപ്പം ടീച്ചറാണ്, ചിലപ്പം ട്രെയിനറാണ്, ഡോക്ടറാണ്, പ്രൊഫസറാണ്, എഞ്ചിനീയറാണ്, മീൻ കച്ചവടക്കാരൻ, കൂലിപ്പണിക്കാരൻ, സാധാ ആള്, അതല്ലെങ്കിൽ വലിയ കമ്പനിയുടെ MD ആണ്, അതാണ് ഇതാണ്, അതേപോലെ വീട്ടമ്മയാണ്, അല്ലെങ്കിൽ സാധാ ഒരു എന്താണ് പറയാ കുടുംബനാഥൻ മാത്രമാണ്, അങ്ങനെയൊക്കെ പറയുന്ന ആ ഐഡന്റിറ്റി ഉണ്ടല്ലോ, അത് തീരുമാനിക്കുന്നത് എന്താണ്? വാട്ട് വി ഡു ഇൻ ലൈഫ് ടൈം. നമ്മൾ ആ സമയത്തിൽ ലൈഫിന്റെ ടൈമിൽ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയാണ് നമ്മുടെ ഡെസ്റ്റിനിയുടെ നെയിം രൂപീകരണം ചെയ്യപ്പെടുക. അതുപോലെ തന്നെ ഹൗ വി യൂട്ടിലൈസ് അവർ ടൈം, നമ്മുടെ സമയം എങ്ങനെ നമ്മൾ ചെലവഴിക്കുന്നു, വേർ വി ഇൻവെസ്റ്റഡ് അവർ ടൈം ആൻഡ് ഫോർ വാട്ട്, എന്തിനു വേണ്ടി നമ്മളെ ടൈം കൊടുത്തിരുന്നു, അതാണ് നമ്മളെ നമ്മളാക്കുന്നത്. സോ സീരിയസ്ലി ഇൻഡസ്ട്രിക്കകത്ത് നമ്മൾ സീരിയസ്ലി ടൈം കൊടുക്കുന്നുണ്ടോ എങ്കിലേ നമ്മൾ ഇതിനകത്ത് എല്ലാം ആകുള്ളൂ. എവിടെയാണ് ഇൻഡസ്ട്രി ഉള്ളത്? ഒന്ന് GTS സെന്ററിലാണ്, BOP ഹാളിലാണ്, NDO ഹാളിലാണ്, അതേപോലെ തന്നെ നമ്മുടെ സൂമിന്റെ മീറ്റിംഗിലാണ്, ഐഫ്ലയേഴ്സിലാണ്, റീഇഗ്നൈറ്റിലാണ്, ലീഡർമാരുമായുള്ള സഹവാസത്തിലാണ്, ആ മെന്ററിംഗിൽ നമ്മൾ ഇരിക്കുന്നിടത്താണ്. അവിടേക്കാണ് ബിസിനസ് ഉള്ളത്. നമ്മളുള്ളത് ഇതിനൊക്കെ മാറിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ടൈം കൊടുത്തിട്ടില്ല. ടൈം കൊടുത്തോടുന്നല്ലേ നമുക്ക് റിട്ടേൺ കിട്ടുള്ളൂ. ഇഫ് ഐ ഗിവ് സം മോർ ടൈംസ് ഇൻ ഫുട്ബോൾ ഗ്രൗണ്ട്, ഞാൻ എന്റെ ഫുട്ബോൾ ലോകത്ത് ഞാൻ ടൈം കൊടുത്താൽ ഐ ക്യാൻ ബി ദ സോക്കർ കിങ്. എനിക്കൊരു പക്ഷേ റൊണാൾഡോയോ മെസ്സിയോ ആകാൻ പറ്റുന്നുണ്ടാകും. അതല്ലെങ്കിൽ ഞാൻ നടന വൈഭവത്തിന്റെ ലോകത്ത് കൊടുത്താൽ ഒരു പക്ഷേ വലിയ മമ്മൂട്ടിയും മോഹൻലാലിനെ പോലെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് മാറാൻ പറ്റുന്നുണ്ടാകും. അതല്ല സംഗീത ലോകത്തിന്റെ ഏതെങ്കിലും ചരണം നടക്കുന്ന സ്ഥലങ്ങളിലാണ്, അല്ലെങ്കിൽ ശബ്ദം നടക്കുന്ന സ്ഥലങ്ങളിലാണ് നടക്കുന്നതെങ്കിൽ ഗാനഗന്ധർവന്മാരെ എനിക്ക് മാറാൻ പറ്റുന്നുണ്ടാകും. അതല്ല ഞാൻ കിച്ചണിൽ മാത്രം ഒരുങ്ങിക്കൂടിയാല് ഒരു പക്ഷേ നാളെയുടെ ഷെഫ് പിള്ളയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെയുള്ള കിച്ചണിലെ പണ്ടാരിയായിട്ട് മാറുന്നുണ്ടാവും. ഇങ്ങനത്തെ ലോകത്തിലെവിടെയും. അതെല്ലാം നമ്മൾ പണ്ട് പറയാറുണ്ട്, ഒരു പണിയില്ലാത്തവന് നമ്മളെ നാട്ടിലെ പോസ്റ്റും കാലം ഇരുന്നിട്ട് അതല്ലെങ്കിൽ നമ്മുടെ അങ്ങാടിയിലെ വഴിത്തിണ്ണയിലോ വഴിയോരങ്ങളിലോ ഒക്കെ ആൽത്തറകളിൽ ഇരുന്ന് കണ്ട് തമാശ പറയുകയും വെടി പറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഒരു ഈസ്റ്റ് വെസ്റ്റായി നമ്മൾ മാറുന്നുണ്ടാകും. സോ മൈ ടൈം ഞാൻ ഇത് എവിടെ കൊടുക്കുന്നു എന്നത് വെച്ചാണ് ഞാൻ ആര് എന്ന് തീരുമാനിക്കുന്നത്. സോ മൈ ഡിയേഴ്സ്, നമ്മൾ ഈ ഇൻഡസ്ട്രിക്കകത്ത് വിജയിക്കാനാണ് വന്നതെങ്കിൽ അവർ മോസ്റ്റ് പവർഫുൾ ആയിരിക്കുന്ന ടൈം, ഏറ്റവും പ്രഷ്യസ് ആകുന്ന ടൈം നമ്മൾ ഈ ഗ്രൗണ്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നുണ്ടോ, ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് റിട്ടേൺ ഇതിന്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ടാകും. അതുകൊണ്ടാണ് ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന സ്ഥലത്ത് പോലും ഇസ്ലാമിക വിശ്വാസ പ്രകാരം ആദ്യത്തെ ചോദ്യം നിന്റെ സമയം നീ എവിടെയാണോ ചെലവഴിച്ചത് എന്ന് നാളെ മരിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ ചോദ്യമുണ്ടെന്ന് പറയാറുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് എന്റെ സമയം ഞാൻ എവിടെ കൊടുത്തത്. ഈ ഇൻഡസ്ട്രിക്കകത്തുള്ള ഏതൊരു വ്യക്തിക്കും അഭിമാനത്തോടെ പറയാൻ പറ്റും, ഞാൻ എന്റെ സമയം കൊടുത്തത് ലക്ഷക്കണക്കിനാകുന്ന ആളുകളുടെ ജീവിത വിജയത്തിന് വേണ്ടിയാണ്. അവർ ആയുരാരോഗ്യത്തിനാണ്, സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനിയെ ഒന്ന് കളർഫുൾ പവർഫുൾ ആക്കുന്നതിന് വേണ്ടി എന്റെ സമയം ഞാൻ എന്റെ കൂട്ടുകാരന് കൊടുത്തു എന്ന് പറയാൻ അഭിമാനത്തോടെ ഈ ഇൻഡസ്ട്രിക്കകത്തുള്ളവർക്ക് പറ്റും. പക്ഷെ നമ്മൾ അത് ഇതിനകത്ത് ചെയ്യുകൂടിയേ വേണം. അല്ലാതെ പേര് നമ്മുടെ എന്താ പറയാ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രം അതാവോ എന്നുള്ളത് ആശങ്കയാണ്. എന്തായാലും സമയത്തെ കുറിച്ച് പറയുന്ന സമയത്ത് മറ്റൊന്നാണ് നമ്മളുടെ ദ ഇവാലുവേഷൻ ഓഫ് ദ ക്ലോക്ക്. നമുക്കറിയാം സമയം ശരിക്കായിട്ട് ഉണ്ടാക്കുന്നത് ക്ലോക്കുകൾ കൊണ്ടാണ്. സോ ആ ക്ലോക്കുകളിലൂടെയും ടൈം വാച്ചുകളിലൂടെയാണ് നമ്മൾ സമയത്തെ പ്രതിനിധാനം ചെയ്യുന്നത് അല്ലെങ്കിൽ അളക്കുന്നതെങ്കിൽ നമുക്കറിയാൻ പറ്റും ക്ലോക്കുകളുടെ കൂട്ടത്തിൽ നമ്മൾ ചെറിയൊരു ഇന്റർപ്രിട്ടേഷൻ നമ്മുടെ ഇൻഡപ്തിലേക്ക് പോയിട്ടുണ്ട്. എന്നാലും ഞാൻ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാകും ഇൻഷാ അല്ലാഹ്. എന്തായാലും സൺഡയലിലൂടെയും വാട്ടർ ക്ലോക്കിലെയും അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ അവർ ഗ്ലാസ്സിലൂടെയും കാൻഡിൽ ക്ലോക്ക്, ഇങ്ങനെയൊക്കെ പല സാധനങ്ങളും പണ്ട് കാലത്ത് സമയം അളക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ എന്തൊക്കെയാണ്, എത്ര പവർഫുൾ ആണ് എന്നുള്ളത് പിന്നീട് നമ്മൾ അറിയുന്നുണ്ടാകും. എന്തായാലും ശരി, നമുക്ക് നേരിട്ട് മാറ്ററുകൾ മാത്രം ചർച്ച ചെയ്തു പോകാവുന്നതാണ്. എന്ന് മാത്രമല്ല, വേൾഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോക്ക് പോലും വന്നത് സമയത്തെ കുറിച്ച് വന്നത് ഫസ്റ്റ് റെക്കോർഡഡ് ക്ലോക്ക് വാസ് ഇൻവെന്റഡ് ഇൻ 1300 BC ഈജിപ്ഷ്യനിലാണ് അത്രേ. അവിടെയാണ് അത്ര ഇതിന്റെ കാര്യങ്ങൾ. നമ്മളെപ്പോഴും നമ്മളെ സുമേറിയക്കാരും അതുപോലെയുള്ള ഒരുപാട് നാഗരികതയുടെ കഥകൾ നമ്മൾ ഈജിപ്തിനെ കുറിച്ച് പറയാറുണ്ട്. സോ ഈജിപ്തിന്റെ മണ്ണിലാണ് അത്ര ഇത്യാദി ക്ലോക്കിനെ കുറിച്ച് 1300 BC കടന്നു വന്നിരിക്കുന്നത്. എന്തായാലും ക്ലോക്കിന്റെ ഇതിഹാസം അങ്ങനെ പറയുമ്പോൾ ക്ലോക്കിനെ വേറെ രസകരമായ സംഭവം അടുത്ത കാലത്ത് നടന്നു. ക്ലോക്ക് വാച്ചിന്റെ വിഷയത്തിൽ സമയം പറയുമ്പോൾ അതും കൂടി നമ്മൾ ടച്ച് ചെയ്തു പോകണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഏറ്റവും എന്താ പറയാ തരംഗവും തിളക്കവും ഉള്ളതായിട്ട് മാറുന്നതാണ് ആനന്ദ് അംബാനിയുടെ കല്യാണം. അദ്ദേഹം തന്റെ കല്യാണത്തിന് തന്നെ പുതിയാപ്പിള പോകാന്നൊക്കെ പറയും, തന്നെ എന്താ പറയാ തേടി വരിക എന്നൊക്കെ ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ പറയാറുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് തന്നെ വിളിക്കാൻ വേണ്ടി വന്ന 10 പ്രധാന കൂട്ടുകാർക്ക്
ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായി അദ്ദേഹം തന്റെ വാച്ച് കൊടുത്തു അത്ര. തന്റെ വാച്ചല്ല, താൻ ഒരു ലിമിറ്റഡ് എഡിഷനുള്ള ഒരു വാച്ച്, അതാകെ 25 ഉണ്ടായിട്ടുള്ളത് ലോകത്ത്. അതില് പ്രധാനമായിട്ടും ഈ 10 കൊടുത്തത് ഓരോ വാച്ചിനും ഏകദേശം 2 കോടിയുടെ അടുത്ത് വരുന്നു എന്നതാണ് ശാസ്ത്രം പറയുന്നത്, അല്ലെങ്കിൽ കണക്കുകൾ പറയുന്നത്. അതിൽ ബോളിവുഡ് ആക്ടർമാരായിരിക്കുന്ന ഷാറൂഖ് ഖാനും രൺബീർ കപൂർ പോലെയുള്ള പല നടന്മാർക്കും അത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്കാണ് അങ്ങനെ 25 എഡിഷൻ മാത്രമുള്ള വാച്ച് കൊടുത്തിട്ടുള്ളതാണ്. അംബാനിയുടെ കല്യാണത്തിൽ ഏറ്റവും തിളങ്ങിയ ചില സാധനമാണ് അദ്ദേഹത്തിന്റെ കയ്യിലെ വാച്ചുകൾ. 6 കോടിയുടെ വാച്ച്, 5 കോടിയുടെ വാച്ച്. ഇങ്ങനെ അംബാനി ഫാമിലി തന്റെ സമ്പത്തിന്റെ സമൃദ്ധി ലോകത്തെ കാണിച്ചു. അതിന്റെ അർത്ഥം വേറെ എന്തെങ്കിലും ഉണ്ടാവും, കാരണം അംബാനി ഈസ് എ പക്ക ബിസിനസ്മാൻ, ആസ് ബി നോ. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കാര്യം, അദ്ദേഹം റെഹാനയെ പാടാൻ കൊണ്ടുവന്നു, സുക്കർബർഗിനെ കൊണ്ടുവന്നു. ഉറപ്പാണ് ഇവരുമായിട്ടൊക്കെ എന്തെങ്കിലും കരാർ ഒപ്പിട്ടിട്ട് അദ്ദേഹം തിരിച്ചുവിട്ടുണ്ടാവുള്ളൂ. ഇറ്റ് മീൻസ് ദാറ്റ് അത് അവരൊക്കെ ഈ ബിസിനസ്മാൻമാരൊക്കെ അവരുടെ ഏറ്റവും വലിയ ആഘോഷ രാവുകളിലും സമയങ്ങളിലും പോലും തന്റെ ബിസിനസ്സിനെ ഡിസൈൻ ചെയ്യാനാണ് സമയം ഉപയോഗിച്ചത്. നമ്മളോ ഒരു കല്യാണം വന്നാൽ, മരണം വന്നാൽ, ആഘോഷം വന്നാൽ അതോടുകൂടി ബിസിനസ്സിനെ പാടെ ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തി എല്ലാം കഴിഞ്ഞ് കെട്ടടങ്ങിയിട്ട് പിന്നെ ഒരു 2ാം വരവുണ്ട്, സാറെ കല്യാണമൊക്കെ അതിന് ചെറിയൊരു ബിസി ആയി പോയി. പക്ഷേ ഇതുപോലുള്ള ലോകത്തിലെ മൾട്ടി മില്യനേഴ്സ് ഒക്കെ തന്റെ ജീവിതത്തിലെ പരിപാടികൾ പോലും അവരുടെ ബിസിനസ്സിന് അനുകൂലമാകുന്ന ലെവലിൽ ഇനി എന്തെല്ലാമൊക്കെ ഒപ്പ് ചാർത്തിന്ന് വരും കാലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു പക്ഷേ ഫേസ്ബുക്കിന്റെ എന്തെങ്കിലും ഷെയർ ഉണ്ടാകും, അതല്ലെങ്കിൽ റെഹാനയുടെ എന്തെങ്കിലും ഷെയർ കാണാൻ, ഇതൊക്കെ ഒരു പക്ഷേ എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷേ വിശ്വസിക്കുന്നു അങ്ങനെ ഉണ്ടാവാം. എന്തായാലും ശരി, നമുക്കറിയാൻ പറ്റും ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ അടുത്ത കാലത്ത് ബുഗാട്ടി കമ്പനിയുമായി കരാർ ഒപ്പിട്ട ഏറ്റവും നല്ല ബുഗാട്ടി വാങ്ങിയ മനുഷ്യൻ. അതിന്റെ അതേ ലെവലിൽ ഒരു ഡയലുള്ള ഒരു അടിപൊളി വാച്ച്, ഏകദേശം 10-12 കോടി വരുന്ന ഒരു വാച്ച് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതും ലോക പ്രശസ്തമാണ്. ഇന്ന് യൂസുഫ് അലി സാഹിബ്, മമ്മൂട്ടിയെ പോലെയുള്ള പല നടന്മാർക്കും തന്റേതായിരിക്കുന്ന കിടിലൻ വാച്ചുകൾ ഗിഫ്റ്റ് കൊടുത്ത് നമ്മൾ കാണാറുണ്ട്. ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ലോകത്ത് ഇങ്ങനെയൊക്കെ വാച്ച് ഉണ്ട് എന്ന് അറിയാനാണ്. അല്ലാതെ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത് വാച്ച് എന്തിനാന്ന് ചോദിക്കരുത്. വാച്ച് എന്തിനാന്ന് ചോദിച്ചാൽ സമയം നോക്കാനാണ്. സമയം മൊബൈൽ തന്നെയായും എപ്പോഴും സാറന്മാർ പറയുന്ന പോലെ. പക്ഷെ ആക്ച്വലി നമ്മൾ ചിന്തിക്കുക, ദിസ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. ഇതൊരു ലൈഫിന്റെ സ്റ്റൈലാണ്. വാച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഇതും വലിയൊരു സംഭവമാണ്. ഇന്ന് ലോകത്തിലെ അറിയപ്പെട്ട വാച്ചുകളുടെ കൂട്ടത്തിലെ ഏറ്റവും പവർഫുൾ ആയി നിൽക്കുന്ന ചില വാച്ചുകളാണ് ഈ വാച്ചുകൾ. ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട ഒരു വാച്ചാണ് ഇതൊക്കെ 260 എമറാൾഡ് കട്ട് ഡയമണ്ട് ഉള്ള $18 മില്യൺ ഏകദേശം വില വരുന്ന. മറ്റൊന്നാണ് റോളക്സ് പൗൾ എന്ന് പറയുന്ന ന്യൂമാൻ. റോളക്സിന്റെ മെയിൻ ഒരു ഫാമിലിയാണ്. അത് അദ്ദേഹത്തിന്റെ വൈഫ്, അദ്ദേഹത്തിന്റെ ഉടമക്ക് തന്നെ സംഭാവന ചെയ്തൊരു വാച്ചാണ്. വേറൊന്ന് കാണുന്നത് $17 മില്യൺ, $17.6 മില്യൺ. മറ്റൊരു വാച്ചാണ്, അറിയപ്പെട്ട ഒരു വാച്ചാണ് ദ ഗ്രാഫ് ഡയമണ്ട് ഫാസിനേഷൻ എന്ന് പറയുന്നത്. ഏകദേശം $40 മില്യൺ. ഈ $40 മില്യൺ ഏകദേശം ഒരു നമ്മുടെ 330 കോടിയുടെ അടുത്ത് വരും, അല്ലെങ്കിൽ 400 കോടിയുടെ അടുത്ത് വരും. 330-350 കോടിയുടെ അടുത്ത് വരും. ആലോചിച്ച് നോക്കുക, 350 കോടിയുടെ വാച്ച്. അത് ലോകത്ത് ആലോചിച്ച് നോക്കേണ്ടത്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ വാച്ചിന്റെ കഥ പറയുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് എപ്പോഴും, ഞങ്ങളെ മോട്ടിവേഷണൽ ട്രെയിനർമാർ കൊണ്ടു നടക്കുന്ന ഒരു കഥയുണ്ട്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്, ഈ വാച്ചിന്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ സീരിയസ്ലി ആലോചിക്കാറുണ്ട്. ഒരിക്കലും ഒരു പിതാവ് തന്റെ മകന് സമ്മാനമായിട്ട് ഒരു വാച്ച് കൊടുത്തു അത്ര, ഒരു പഴയ വാച്ചാണ്. മകൻ ചോദിച്ചു, എന്തിനാ അച്ഛാ ഇതെന്ന്. അപ്പൊ പറഞ്ഞു, എനിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ, നീ കൊണ്ടുപോയി വിറ്റോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി വാച്ച് കടയിൽ കൊണ്ടുപോയത്രേ. വാച്ച് കടക്കാരെ നോക്കിയിട്ട് പറഞ്ഞു, ഓ ഇത് പഴഞ്ചൻ വാച്ചാണ് മോനെ, ഇതൊന്നും ഇവിടെ എടുക്കുകയല്ല. ഞങ്ങൾ തന്നെ ഇപ്പൊ മോഡേൺ ആയില്ലേ കടകളൊക്കെ, ഇതൊക്കെ നല്ല അഡ്വാൻസ്ഡ് വാച്ചുകൾ മാത്രമേ ഇവിടേക്ക് എടുക്കാറുള്ളൂ, അതുകൊണ്ട് മോൻ കൊണ്ടുപോയിക്കോ, വേണമെങ്കിൽ ആക്രി കടക്കാർക്ക് തൂക്കി വെച്ചോ, ഇത് ഞാൻ എടുക്കില്ല, വേണമെങ്കിൽ ഇരുമ്പിന്റെ തൂക്കത്തിനോ അതല്ലെങ്കിൽ ഇതിന്റെ മെറ്റാലിക് തൂക്കത്തിനോ നിനക്കത് വിൽക്കാം എന്നൊക്കെ പറഞ്ഞു. കുട്ടിയെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടോ അദ്ദേഹം പറഞ്ഞു വിട്ടു. കുട്ടി എന്തായാലും വിഷണ്ണനായിക്കൊണ്ടോ അതല്ലെങ്കിൽ എന്താ പറയാ മാനസികമായ മനസ്താപം കൊണ്ട് പിതാവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇത് അവിടെ എടുക്കല്ലേ അത്രേ. അവർ പറഞ്ഞു, വേണമെങ്കിൽ തൂക്കി വിറ്റോ എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ വാപ്പ പറഞ്ഞു, എന്നാ കൊണ്ടുപോയിക്കോ മോന്, കൊണ്ടുപോയിട്ട് വിറ്റാളെന്ന് പറഞ്ഞു. അവിടെ പോയി തൂക്കിയിട്ട് പറഞ്ഞു, ഇതാകെ മോനെ ഒരു ഇത്തിരി തൂക്കേ കാണുന്നുള്ളൂ, ഒരു വാച്ചല്ലേ, ചെറുതല്ലേ സാധനം, അതുകൊണ്ട് ഇതിന് ഏകറിപ്പോയ ഇത്ര നാണയം കിട്ടും എന്ന് പറഞ്ഞു. ഇത്ര ഉറുപ്പിക അല്ലെങ്കിൽ ചെറിയൊരു നാണയത്തിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ, അതിന് വലിയൊന്നും സാധനം കിട്ടുകയില്ല. മോൻ അതിനേക്കാൾ ടെൻഷനായി. കാരണം എന്താണ്, ആ വാച്ചിന്റെ തൂക്കം തന്നെ കൈക പിടിച്ചുകൊണ്ട് അങ്ങനെ ആ കിട്ടിയ നാണയത്തിനേക്കാൾ തൂക്കമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത്രേ, എന്ത് അത് വേണ്ടാന്ന് പറഞ്ഞു. അദ്ദേഹം തിരിച്ച് അച്ഛന്റെ അടുത്ത് തന്നെ വന്നു. അച്ഛനോട് വന്നിട്ട് പറഞ്ഞു അത്രേ, അച്ഛാ ഈ സാധനം പറയുന്നത് വളരെ തുച്ഛമായ, നമ്മൾ പറയല്ലേ ₹1.50 എന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ നാണയത്തൊട്ട് മാത്രമേ കിട്ടത്തുള്ളൂ, ഞാൻ എന്ത് ചെയ്യും. ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു, മോൻ ഇതൊരു കാര്യം ചെയ്യും, ഇതുമായിട്ട് പോയിട്ട് ഇന്നാലിന്റെ സ്ഥലത്തൊരു മ്യൂസിയം ഉണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നവർ. ആ മ്യൂസിയത്തിനകത്തേക്ക് എത്തിയപ്പോ ആ വാച്ച് വാങ്ങിയ ആ ടീം, ആ മ്യൂസിയത്തിലെ മെയിൻ അധികാരികൾ എന്ത് ചെയ്തേ, ആ ഒരു കാര്യം പറഞ്ഞു അത്രേ, മോനെ ഇത് ഏതാ വാച്ച്, ഇത് എവിടെ നിന്ന് കിട്ടിയത്. പിന്നെ അച്ഛൻ ഗിഫ്റ്റ് തന്നതാണ്. മോനെ ഈ വാച്ച് എന്ന് പറഞ്ഞാല് ലോകാത്ഭുതം ക്രിയേറ്റ് ചെയ്ത വാച്ചാണ്. ഇത് ഇന്നാലിന്ന നൂറ്റാണ്ടിലെ രാജാക്കന്മാർ, ചാൾസ് രാജാക്കന്മാർ എന്നൊക്കെ പറഞ്ഞ പോലെ പഴയ നൂറ്റാണ്ടിലെ രാജാവും രാജ്ഞിയും ഉപയോഗിച്ച വാച്ചാണ്. ഇത് ലോകത്ത് എഡിഷൻ കിട്ടാനേ ഇല്ല. മോനെ ഇത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും തരും, എനിക്ക് എന്ത് വേണമെങ്കിലും തരാന്ന് പറഞ്ഞാൽ വലിയൊരു കോടികളുടെ വില മതിക്കുന്ന ഒരു ബില്ല് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ചെക്ക് എഴുതി കൊടുക്കാൻ ടീം റെഡി ആയി. ആ സമയത്ത് മോൻ വളരെ സന്തോഷത്തോടുകൂടി ഓടി വന്ന് അച്ഛനോട് വന്നിട്ട് പറഞ്ഞത്, അച്ഛാ ഈ വാച്ച് ഭയങ്കര പ്രഷ്യസ് ആണ് അത്രേ, ഇത് ലോകത്ത് ഇല്ലത്രേ, കിട്ടാനില്ലത്രേ, ഏതെയോ നൂറ്റാണ്ട് കാലത്തുള്ള രാജാവിന്റെ വാച്ചിയാണ് അത്രേ, ഇത് വേറെ വിടുന്നു, ഈ വാച്ച് വേറെ ഒന്നുമില്ല എത്ര എന്നൊക്കെ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, മോനെ ഇതുപോലെയാ ലൈഫ്. നമ്മളെ കൈക്കുള്ള വസ്തുവിന്റെ വില ആദ്യം നമ്മൾ തിരിച്ചറിയണം.
രണ്ടാമത്തത് അത് ആർക്ക് കാണിക്കണമെന്ന് തിരിച്ചറിയണം. ഇവിടെയാണ് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വെൽനെസിനെ നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മളെ കയ്യിൽ വിലയേറിയ ഒരു വസ്തുവുണ്ട്, പക്ഷേ ആ വസ്തുവിനെ നമ്മൾ കൊണ്ടുപോകുന്നത് നെറ്റ്വർക്കിന്റെ പവർ അറിയാത്തവർക്ക്, വെൽനെസ് എന്തെന്ന് അറിയാത്തവന്, അല്ലെങ്കിൽ എന്തിനാണ് വൈ വി നീഡ് ഫൈനാൻഷ്യൽ ഫ്രീഡം, എന്തിനാ ഫൈനാൻഷ്യൽ ഫ്രീഡം, എന്തിനാണ് ലക്ഷറി അൾട്രാ ലക്ഷറി ലൈഫ്, എന്തിനാണ് നമുക്ക് ടൈം ഫ്രീഡം മണി ഫ്രീഡം ആവശ്യമുള്ളത്, എന്തിനാണ് ലീവ് എ ലെഗസി ആവശ്യമുള്ളത്, എന്തിനാണ് ദ പർപ്പസ് ഓഫ് ദ ലൈഫ്, ഇതൊന്നും അറിയാത്തവർക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ കുടുംബശ്രീ മക്കൾക്കോ അല്ലെങ്കിൽ കുടുംബശ്രീക്കാർ ചെറുതെന്നല്ലോ പറയുന്നത്, ഈ വിഷയത്തെ കുറിച്ച് അറിയാത്ത സാധു ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മുടെ പ്രൊജക്ടിന്റെ വലുപ്പം അറിയുന്നവനെ തേടി ലുക്ക് ഫോർ ലുക്കേഴ്സ് ആൻഡ് സീക്ക് ഫോർ സീക്കേഴ്സ് ആൻഡ് സീക്ക് ഫോർ ദ ഡ്രീമേഴ്സ്, അതാണ് ലോകം പറയുന്നത്. സ്വപ്നം കാണുന്ന ആളുകളെ തേടിയിട്ട് നമ്മൾ പോകണം. ഓക്കെ, സോ സീരിയസ്ലി വാച്ചുകൾ അവിടെ നിൽക്കട്ടെ. സോ വാച്ചിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ടൈമിനെ കുറിച്ച് പറയുമ്പോൾ, ലോകത്ത് അറിയപ്പെട്ട കുറച്ച് മൂവീസ് ആണ് ഇത്. നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന മൂവീസ് ആയിരിക്കും. ഇന്റർസ്റ്റെല്ലാർ, ഇതിപ്പോ അറിയപ്പെട്ട മൂവീസ് ആണ് ഇതൊക്കെ. ഇന്റർസ്റ്റെല്ലാർ എന്നുള്ള മൂവിയിലൊക്കെ അദ്ദേഹം ടൈം ട്രാവലിംഗ് നടത്തിയിട്ട് ഏകദേശം തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേരക്കിടാവ് 4ാമത്തെ മുത്തശ്ശിയായിട്ടുണ്ട്. അപ്പോഴും ആ മനുഷ്യൻ അതേ പോയ പ്രായത്തിലാണ്, അദ്ദേഹത്തിന്റെ വയസ്സ് കുറയാണ്, കൂടിയിട്ടില്ല. അങ്ങനെയുണ്ട് ലോകം മുഴുവൻ കറങ്ങി വന്ന സംഭവ വികാസങ്ങൾ. അതായത് സമയം വലിയൊരു പ്രതിഭാസമാണ്. ആ സമയത്തെ കുറിച്ചുള്ള ചില മൂവീസാണ്. ഇതിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മെസ്സേജ് കിട്ടുന്നുണ്ടാകും. ചില മൂവീസ് നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അങ്ങനെ കുറച്ച് പറഞ്ഞു എന്നേ. സോ സമയത്തെ കുറിച്ച് പറയുന്ന സമയത്ത് മറ്റൊന്നാണ് ഡെഫിനിഷൻ ഓഫ് ദ ടൈം. ടൈമിന്റെ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് അത് സ്ലോ ആണ്. വെൻ യു വെയിറ്റ്, നമ്മൾ ആരെങ്കിലും കാത്തു നിൽക്കുകയാണെങ്കിൽ എന്താ ബസ് വരാത്തത്, സമയം ആവാത്തത്, എന്താ ടി സി ആവാത്തത്, അതിങ്ങനെ വെയിറ്റ് ചെയ്യാന്നല്ല. പക്ഷെ അത് ഫാസ്റ്റ് ആണ്. വെൻ യു ആർ ലേറ്റ്, നമ്മൾ ലേറ്റ് ആണെങ്കിൽ, നമ്മൾ ഉദാഹരണമായിട്ട് മീറ്റിംഗിൽ ലേറ്റ് ആണ്, കല്യാണത്തിന് ലേറ്റ് ആണ്, എന്തെങ്കിലും ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര സമയം പോയി, ഞാൻ ആകെ 15 മിനിറ്റ് അവിടെ നേരം വീഴും, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ 1 മണിക്കൂറായല്ലോ. ഡെഡ്ലി ആണ്. വെൻ യു ആർ സാഡ്, നമ്മൾ ടെൻഷൻ ആകുമ്പോൾ ഭയങ്കര ഡെഡ്ലി ആണ്. മനസ്സിൽ ദുഃഖം ഉണ്ടാകുന്ന സമയം തീരെ ആണ് നീങ്ങൂലെന്ന് മാത്രമല്ല, ബീഭത്സമാണ്, ഭീകരമാണ്. ഷോർട്ട് ആണ്. വെൻ യു ആർ ഹാപ്പി, സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് എന്തേക്കാനും വളരെ ഷോർട്ടായി കാര്യം. ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ, അതല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ, അതല്ലെങ്കിൽ സമയം ചെലവഴിക്കുമ്പോൾ, എന്തോ എത്ര സ്പീഡും കൊണ്ട് സമയം കഴിഞ്ഞു, ലൈലത്തുൽ യാ നൗമസുൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇമ്രുൽ കൈസിന്റെ കവിതയുണ്ട്. രാത്രിയെ നീ ഒരിക്കലും അസ്തമിക്കല്ല, എന്റെ പ്രിയതമയോട് കൂടെയുള്ള രാത്രിയാണ്, ഇതൊരിക്കലും നീ പെട്ടെന്ന് തീരല്ല എന്നൊക്കെ പറയുന്ന കാവ്യ പ്രമുഖന്മാരുടെ അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ പ്രണയ രാജകുമാരന്മാരുടെ കാവ്യ ശകലങ്ങളുണ്ട്. അവിടെയൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്: സമയം നമുക്ക് ഷോർട്ട് ആയിരിക്കും വെൻ യു ആർ ഹാപ്പി, നമ്മൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ. എവറി ടൈം ഈസ് ഡിറ്റർമൈൻഡ്, എല്ലാ സമയം തീരുമാനിക്കുന്നത് നമ്മുടെ സൈക്കോളജിയാണ്. നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് സമയം. അപ്പൊ നല്ല കാലം എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാ? അങ്ങനെ ഒരു കാലം ഇല്ല. നല്ല കാലം, കഷ്ടകാലം, അല്ലെങ്കിൽ എന്താ പറയുക ഇതിന്റെ മോശം കാലം, അല്ലെങ്കിൽ ഇതിന് നല്ല അടിപൊളി സമയം. ഇങ്ങനെ ഒരു അടിപൊളി സമയം തല്ലിപ്പൊളി സമയമൊന്നും ഇല്ല. ഞാൻ എന്റെ മനസ്സുകൊണ്ട് എന്ത് പറയുന്നു, ദിസ് ഇസ് മൈ ഗുഡ് ഡേ എന്ന് പറഞ്ഞാൽ അത് നല്ല ഡേ ആണ്. ഇതെന്റെ കഷ്ടകാലം എന്ന് ചിന്തിച്ചാൽ അത് അങ്ങനെയാണ്. നമ്മൾ എന്ത് പറയണമെന്ന് നമ്മൾ ചിന്തിക്കുക. ഓക്കെ, സോ എയ്തർ റൺ ദ ഡേ ഓർ ദ ഡേ റൺസ് യു. സോ സീരിയസ്ലി നമുക്കറിയുന്ന ഒരു കാര്യമാണ്, എയ്തർ റൺ ദ ഡേ, ഒന്നെങ്കിൽ നിനക്ക് നിന്റെ സമയം കൊണ്ടുപോകാൻ പറ്റും, ഓർ ദ ഡേ റൺസ് യു, അല്ലെങ്കിൽ ദിവസം നിന്നെ റൺ ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമയത്തെ കൊണ്ടുപോയില്ലെങ്കിൽ സമയം നമ്മളെ കറക്കും. കാരണം ഈ ക്ലോക്ക് തന്നെ റൗണ്ട് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ജീവിതം തന്നെ വട്ടം കറങ്ങി വരും. അതിനകത്തൊരു രസകരമായ ഫലിതം എനിക്ക് തോന്നുന്നത്, ജീവിതത്തിലെല്ലാം കറങ്ങി തിരിഞ്ഞു വരാനുള്ളതാണ്. മക്കളെ പുറത്താട്ടുന്ന സമയത്ത് രക്ഷിതാവ് പറയാറുണ്ട്, അവൻ പോട്ടെ, ഇറങ്ങി പോട്ടെ, കുഴപ്പമൊന്നുമില്ല, അവൻ കറങ്ങി തിരിഞ്ഞ് ഇങ്ങട്ടനെ വരും. കാര്യം എന്താ? ക്ലോക്കും കറങ്ങി തിരിയാലോ. സോ ലോകത്തെല്ലാം കറങ്ങി തിരിഞ്ഞ് ഇങ്ങട്ടനെ വരുന്നുണ്ടാകും. അതുകൊണ്ട് ആരും ടെൻഷൻ ആവണ്ട, എല്ലാ നന്മകളും തിരിച്ചു വരും, എല്ലാം റൗണ്ട് ചെയ്തു പോകും. ഓക്കെ, സോ സീരിയസ്ലി നമ്മൾ നമ്മുടെ ജീവിതത്തെ റണ്ണ് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരണം. സോ സമയത്തെ കുറിച്ച് പറയുമ്പോൾ വേറെ രസകരമായ സാധനം, ഇതൊക്കെ പെട്ടെന്ന് പോകേണ്ടതാണ്, എന്നാലും നിങ്ങളുടെ അറിവിലേക്ക് മാത്രമാണ്. കാര്യം സീരിയസ്ലി ടൈം എന്ന് പറയുന്ന പദത്തിന് ജന്മം കൊടുത്ത് തന്നെ ഓൾഡ് ഇംഗ്ലീഷിലെ ടൈമ എന്ന പദത്തിൽ നിന്നാണ് ടെമ്പററി ഡ്യൂറേഷൻ എന്ന് പറയുന്ന അർത്ഥം, ഏകദേശ സമയം എന്നുള്ള അർത്ഥം. അല്ലെങ്കിൽ അതിനെ ജർമ്മൻ ലെവലിൽ ടൈമൺ എന്ന ലെവലിലോ, അല്ലെങ്കിൽ നമ്മുടെ ഓൾഡ് നോസിലെ ടൈമി എന്നതിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മളുടെ സ്വീഡിഷിലെ ടിമ്മി എന്ന പദത്തിൽ നിന്നോ ഇടുന്നൊക്കെ സമയത്ത് നിന്ന് വന്നതാണ്. എന്തായാലും ശരി, ആ സമയം കണ്ടെത്തിയത് ലോകത്തെ പൊട്ടിത്തെറിപ്പിച്ച ഒരു മഹാവിസ്മയുണ്ട് അത്രേ, ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന ഒരു വലിയ സംഭവം. അതിനുശേഷം അത്രേ ഒരു മാസം പിണ്ടമായി നിന്ന സാധനത്തിന്റെ വിസ്ഫോടനത്തിൽ നിന്നാണ് അത്രേ സൂര്യനും ചന്ദ്രനും അതേപോലെ തന്നെ ഗാലക്സികളും മിൽക്കീവുകളും അതുപോലെ തന്നെ എല്ലാ താരഗണങ്ങളും ഡിഫറന്റ് ആയി മാറിയത്. അതിനുശേഷമാണ് അത്രേ ലോകത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഖുർആനിൽ അങ്ങനെ ഒരു വധം പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഖുർആനിക ഭാഷ്യമുണ്ട്. ആശയം ഇതാണ്, അതെല്ലാം ഒരു റത്തുക്കൻ, ഒരു പിണ്ടമായിരുന്നു, പിന്നീട് പിന്നീട് ഒരു ബിഗ് ബാങ് തിയറി നടന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ശരി, സമയത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ബിഗ് ബാങ് തിയറിക്ക് ശേഷമാണെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. കാര്യം ഒരു ദ്രവ്യമില്ലാതെ സമയത്തെ അളക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ എന്താ പറയാ സയന്റിഫിക് പാനലിന്റെ റിപ്പോർട്ട് പ്രകാരം, ഐൻസ്റ്റീന്റെ ഒക്കെ തത്വപ്രകാരം, ആപേക്ഷിക സിദ്ധാന്തം ഒരു വസ്തുവിന്റെ റിലേറ്റഡ് ആയിട്ട് സമയത്തെ കുറിച്ച് പറയാൻ പറ്റും. സോ സമയം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ശരി, നമ്മുടെ കനേഡിയൻ ശാസ്ത്രജ്ഞനായിരിക്കുന്ന സ്റ്റാഫേർഡ് ഫ്ലെമിംഗ് ആണ് അത്ര ഭൂമിയിൽ ആദ്യത്തെ 24 മണിക്കൂർ ഉണ്ടാക്കിയത്. നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെ ഗ്രീൻ GMT എന്ന് പറയുന്നുണ്ട്, ഗ്രീൻ മ്യൂണിച്ച് എന്ന് പറയുന്ന ടൈം ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഒക്കെ പറയാറുണ്ട്. സോ സീരിയസ്ലി ഈ ഒരു മേഖല അതൊക്കെ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ഒഴിവ് ഇരുന്നിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാകും. എന്നൊക്കെ നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് നേരിട്ട് പോകണം. ടൈമിനെ കുറിച്ച് എല്ലാം നിങ്ങൾ അറിയുന്നവരായിട്ട് ഈ ക്ലാസ് കൊണ്ട് തീരുക എന്നുള്ള ഒരു വാശിക്ക്
ഉറക്കൊഴിച്ചിരുന്നുണ്ടാക്കിയ സ്ലൈഡാണ്. ഏകദേശം സ്ലൈഡ് 4-5 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആറ്റി കുറുക്കി ആദ്യം 100 പിന്നെ അത് 80 60 70 ലാസ്റ്റ് 30 സ്ലൈഡിലേക്ക് ആക്കി മാറ്റിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ശരി. എന്താണ് നമ്മൾ അറിയുന്നത് ഡിഫറൻസ് GMT ആൻഡ് IST? നമുക്കറിയാവുന്ന ഗ്രീൻവിച്ച് മീൻ ടൈം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, ഇങ്ങനെയൊക്കെ ടൈമിനെ കുറിച്ച് വിവക്ഷ നടത്തപ്പെടാറുണ്ട്. മറ്റൊന്ന് സമയത്തെ കുറിച്ച് പറയുന്ന സമയത്ത് കുറച്ച് വരികൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1335 മിലാനിലാണ് ആദ്യമായിട്ട് എന്തുണ്ടാക്കിയത്, പുതിയ ക്ലോക്ക് ഉണ്ടാക്കിയത്. സമയത്തെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു നല്ല വാക്കാണ്. എന്ന് മാത്രമല്ല ലോകത്തിലെ പല സ്ഥലത്തുണ്ട്. 1790 റിസ്റ്റ് വാച്ച് ആദ്യം ഉണ്ടാക്കി. 1917 വൈദ്യുത ക്ലോക്ക് നിർമ്മിച്ചു. ഇങ്ങനെ പോയ ലാസ്റ്റ് നമ്മൾ മുഗൾ കാലഘട്ടത്തിലാണ് ദില്ലിയിൽ സ്ഥാപിച്ച സൂര്യ ഘടികാരമാണ് ജന്തർ മന്തർ. നമ്മൾ അറിയേണ്ടത് ഇന്ത്യയിലും ക്ലോക്ക് ഉണ്ടായിട്ടുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലും തലച്ചോറുള്ളവൻ വന്നിട്ടുണ്ട്. ഇതിന്റെ തെളിവാണ് നമ്മുടെ മുഗൾ കാലഘട്ടത്തിലെ ജന്തർ മന്തർ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ. എന്തായാലും ശരി, ലോകത്ത് സമയത്തിന്റെ ഏറ്റവും മൈന്യൂട്ട് ആയിരിക്കുന്ന സാധനം നമ്മൾ പറയാറുണ്ട്, ഒരു ക്ഷണിക നേരം അല്ലെങ്കിൽ ഒരു മൈക്രോ സെക്കൻഡ് കൊണ്ട്, ഒരു നിമിഷം കൊണ്ടെന്നൊക്കെ പറയാറുണ്ട്. ആ നിമിഷം എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും മൈന്യൂട്ട് ആയ സ്ഥലത്തിന്റെ പേര് ആറ്റോമിക് സെക്കൻഡ് എന്നതാണ്. ഓക്കെ, സോ എന്താ പറയാ, ആറ്റോമിക് സെക്കൻഡ് ആണ് ഇന്ന് ഉപയോഗിക്കുന്നത്. സമയത്തിന്റെ ഏറ്റവും ചെറുതായിരിക്കുന്ന ഭാഗമായിട്ട് കാണപ്പെടുന്നത് അങ്ങനെയാണ്. സോ സീരിയസ്ലി മറ്റൊന്നാണ് നമ്മളുടെ എന്താ പറയാ നമ്മുടെ സോറി മൈ ഡിയേഴ്സ്, ജസ്റ്റ് എന്തോ ഒരു സ്ക്രീനിന്റെ ഒരു വിഷയം പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ, ലെറ്റ് മീ വൺസ് അഗൈൻ പ്ലീസ്. ഓക്കെ, എന്തായാലും ശരി. മറ്റൊന്നാണ് നമ്മുടെ സമയത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ കാര്യങ്ങൾ വളരെ രസകരമായ ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ പറയുന്ന വാക്കുകളാണ് അല്പകാലം, ശിഷ്ടകാലം എന്നൊക്കെ. എന്തായാലും ഒരു 30 അല്പകാലത്തെ ഒരു ത്രുടി എന്ന് പറയും, 30 ത്രുടിയെ ഒരു കല എന്ന് പറയും, 4 നിമിഷത്തെ ഒരു ഗണിതം എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞു പോയാൽ നമുക്കറിയുന്ന 15 ദിവസത്തെ ഒരു പക്ഷം എന്ന് പറയും, 2 മാസത്തെ ഒരു ഋതു എന്ന് പറയും. ഇതൊക്കെ നമുക്കറിയുന്ന ഓരോ, നിങ്ങൾ ആരെങ്കിലും കണക്കപ്പിള്ളേരുണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ ആവശ്യം ഉണ്ടാവും. എന്തായാലും ശരി, നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമുണ്ട് ഇവിടെ. ഏറ്റവും പ്രധാനം നമ്മൾ ജനറേഷൻ എന്ന് പറയാറുണ്ട്. അത് മാത്രം പറഞ്ഞു നിർത്തുകയാണ്. അതായത് ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ 30 വർഷമാണ്. നമ്മൾ പറയാറുണ്ട് ഈ ഇൻകം പ്ലാൻ പറഞ്ഞ സമയത്ത് 3 ജനറേഷൻ, അപ്പോൾ 90 വർഷമായിട്ടുള്ളൂ. സത്യത്തിൽ അത് തെറ്റാണെന്നുള്ളതാണ് കാര്യം. 3 ജനറേഷൻ ഒന്നല്ല, അനന്ത ജനറേഷൻ എന്നാണ്. 90 വർഷം മാത്രമേ ഇൻകം പ്ലാന്റെ വരുമാനം കിട്ടുള്ളൂ. എന്നെല്ലാമൊക്കെ മൈ ലൈഫ് ഉണ്ടോ, എന്നെല്ലാമൊക്കെ വെൽനസ് ഇൻഡസ്ട്രി നല്ല പ്രഫുല്ലമായി നടക്കുന്നുണ്ടോ, ആ സമയത്തൊക്കെ വരുമാനം കിട്ടും. ആ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ എന്ന് പറയാൻ നല്ലത്. അല്ലെങ്കിൽ 3 തലമുറ 2 തലമുറ എന്നുള്ള എണ്ണം നമുക്ക് വേണ്ട. എന്തായാലും ശരി, പിന്നീട് അങ്ങോട്ട് സഹസ്രാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ സമയത്തിന്റെ ഓരോ കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് ലീവ് ചെയ്യാം. ഓക്കെ, മറ്റൊന്ന് നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ മാറ്ററിലേക്ക് കടന്നു വരുന്നു. സക്സസ് വാസ്, എന്താണ് വിജയം? അത് ഇൻ ഏർലിയർ ഇറാസ്, പണ്ട് കാലത്തൊക്കെ അത് അക്കോർഡിംഗ് ടു ദ സ്കിൽ ആൻഡ് ഹെറിറ്റേജ്. പണ്ട് കാലത്ത് അത് സ്കില്ലിനെയും ഹെറിറ്റേജിനെയും ബേസ് ചെയ്ത്, എന്ന് പറഞ്ഞാൽ തന്റെ കഴിവ് നല്ല എത്ര ഉഷാറുണ്ട്, അയാൾക്ക് നല്ല വരുമാനമുണ്ട്. അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമ്മൾ പറയില്ലേ, ആനത്തറവാടാണ്, കൊമ്പൻ തറവാടാണ്, അല്ലെങ്കിൽ നമ്മൾ പറയാ നമ്മുടെ നല്ല അടക്ക കച്ചവടം, അല്ലെങ്കിൽ പണ്ട് കാലത്ത് തന്നെ നല്ല തേങ്ങ കച്ചവടമുള്ള ടീംസാണ് ജന്മി തമ്പുരാക്കന്മാർ. ഇതൊക്കെ പഴയ കാലത്തെ കഥയായിരുന്നു. പക്ഷെ ഇന്നിന്റെ കോടീശ്വരന്മാർ എടുത്തിട്ടുണ്ടെങ്കിൽ, ബട്ട് ഇൻ മോഡേൺ ഡേയ്സിൽ എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ടൈംസ് ആൻഡ് ഫ്യൂച്ചർ ട്രെൻഡ്സ്. തന്റെ കയ്യിൽ എത്ര സമയം ഉണ്ടായിരുന്നു, ഇറ്റ് മീൻസ് ദ നെറ്റ്വർക്ക് ഈസ് ദ നെറ്റ്വർക്ക്. തന്റെ കയ്യിൽ എത്ര നെറ്റ്വർക്ക് ഉണ്ട്, അതാണ് അവന്റെ പണം തീരുമാനിക്കുന്നത്. ഇന്ന് തറവാട് നമുക്ക് വേണ്ട, സ്കില്ല് നമുക്ക് വേണ്ട. എനിക്ക് സാറെ പോലെ ക്ലാസ് എടുക്കാൻ എനിക്കറിയില്ല, സാറെ പോലെ ഇംഗ്ലീഷ് അറിയില്ല, അല്ലെങ്കിൽ സാറെ പോലെ നീറ്റിന്ന് സംസാരിക്കാൻ അറിയില്ല, ഞാനൊരു പാപം പെണ്ണാണ്, സാധു മനുഷ്യനാണ്, അല്ലെങ്കിൽ സാധാ കൂലി വേലക്കാരനാണ്. നോ പ്രോബ്ലം. നിന്റെ മൈൻഡ് സെറ്റ് എന്തായാലും കുഴപ്പമില്ല. ഒരു കാര്യം തിരിച്ചറിയുക, നെറ്റ്വർക്ക് നിന്റെ കയ്യിലുണ്ടോ, യു ക്യാൻ ബി സക്സസ്ഫുൾ. അതാണ് ഇന്നത്തെ ലോകത്തിൽ എല്ലാം ഉണ്ടാക്കിയത്. ലോകത്തിൽ ഏത് മനുഷ്യനെയും കോടീശ്വരനാക്കുന്നത് നെറ്റ്വർക്കാണ്. അതിന് പറ്റുന്ന ഏറ്റവും പവർഫുൾ ആകുന്ന കമ്പനി നമ്മുടെ കയ്യിലുണ്ട്, ദാറ്റ് ഈസ് MI ലൈഫ് സ്റ്റൈൽ. പക്ഷേ ആ കമ്പനിയെ മനസ്സിലാക്കി തരാൻ ദ മോസ്റ്റ് പവർഫുൾ ഓർഗനൈസേഷൻ SPG നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ നമ്മുടെ വാഹനവും ടോപ്പാണ്, നമ്മുടെ ഡ്രൈവിംഗ് സിസ്റ്റവും ഓക്കെയാണ്. ഇനി നമ്മുടെ യാത്രക്കാരൻ അതിലുണ്ടായാൽ മതി, അതിന് ഇറങ്ങി പോകാതിരുന്നാൽ മതി. കമ്പനി ഉഷാറായതുകൊണ്ട് മാത്രം സക്സസ് ആണെന്ന് ഒരു നിർബന്ധമില്ല. കാര്യം എന്താണ്, ഡ്രൈവ് ചെയ്യാൻ അറിയാത്തവൻ ആ കമ്പനി എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തിക്കും, ആ വാഹനം ഇടിക്കും, ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ. നേരെ മറിച്ച് ഡ്രൈവറും ഉഷാറാണ്, വാഹനവും ഉഷാറാണെന്നുണ്ടെങ്കിൽ ഇനി യാത്രക്കാരൻ മാത്രം ഉഷാറായി മതി. കാര്യം 3 ഉഷാറാണ് ഒരു ബിസിനസിന്റെ സക്സസ് എന്ന് പറയുന്നത്. സോ സീരിയസ്ലി, ടൈം ഈസ് മണി, അത് മറക്കരുത്. ആധുനിക യുഗം പറയുന്നു സമയമാണ് സംഖ്യ. അങ്ങനെയെങ്കിൽ നല്ല സമയങ്ങൾ ഉണ്ടാവട്ടെ, അപ്പൊ നല്ല സംഖ്യ ഉണ്ടാകും, സമയത്തിന്റെ എണ്ണം കൂടട്ടെ. ഇനി ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രധാനമായും ചില ടെക്നിക്സുകളാണ്. ഇതിൽ 4-5 ടെക്നിക്സ് ഞാൻ പറയുന്നുള്ളൂ. 10-20 ടെക്നിക്സിന്റെ സ്ലൈഡ് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ എനിക്ക് തോന്നി എല്ലാം കൂടി പറഞ്ഞെത്തുമ്പോൾ സമയം ഉണ്ടാവില്ല. കാരണം സമയത്തെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ സമയം തന്നെ അതിക്രമിക്കും എന്നുള്ള സമയം എനിക്കൊരു പേടിയാണ്. സോ സീരിയസ്ലി, വൺ ഓഫ് ദ മെയിൻ ടൈം മാനേജ്മെന്റ് ടെക്നിക്സ് ബൈ ആൽഫൺ മെത്തേഡ് എന്നാണ് പറയുക. ആൽഫൺ മെത്തേഡ് എന്താണ്? ഈ ആൽഫൺ മെത്തേഡ് അതുണ്ടാക്കിയത് ഒരു ജർമ്മൻ എക്കണോമിക്സ് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് ലോദർ ജി സ്യൂവറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ ആൽഫൺ മെത്തേഡ് ഉണ്ടാക്കിയത്. അദ്ദേഹം പറഞ്ഞത് ഈ ആൽഫൺ മെത്തേഡ് എന്തിനാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ടെക്നിക്സ് ആണ്. അത് ഉദ്ദേശിക്കുന്നത് A സ്റ്റാൻഡ്സ് ഫോർ ആക്ടിവിറ്റീസ് ആണ്. ഡിഫൈൻ യുവർ ആക്ടിവിറ്റീസ്. നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതി വെക്കുക. എനിക്ക് ആദ്യം ഇന്നതൊക്കെയാണ് വേണ്ടത്. എന്നിട്ട് L സ്റ്റാൻഡ്സ് ഫോർ ലെങ്ത് ഓഫ് ടൈം എന്നാണ്. അതിന് ഏകദേശം എത്ര ടൈം വേണ്ടിവരും, അതൊരു എസ്റ്റിമേഷൻ കാണാം. ഇത്ര സമയം ഉണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ നടക്കും. മൂന്നാമത്തെ ഒന്നാണ് പ്ലാൻ ബഫർ ടൈം. ഏകദേശം അത് ബഫറിങ് ചെയ്ത് വരാൻ അതിന് ഏകദേശം നിർദ്ദിഷ്ടമാകുന്ന കറക്റ്റ് ടൈം, ഓരോ കാര്യത്തിനും പെർട്ടിക്കുലർ ടൈമിങ് എത്ര വരുന്നുണ്ട്.
എന്നിട്ട് ലാസ്റ്റ് എസ്റ്റാബ്ലിഷ് ദ പ്രയോറിറ്റി ഡെസിഷൻസ്. ഇതിൽ ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ടത് ഏതാണ്? അപ്പൊ ആദ്യം നമ്മുടെ ടോട്ടൽ ആക്ടിവിറ്റി ചെയ്താൽ, പിന്നെ അതിന്റെ ലോങ് ടൈം ചെയ്താൽ, പിന്നെ അതിനെ ഷോർട്ട് ടൈം ആക്കി ഒരു ഡിഫറന്റ് ആക്കി അതിന്റെ ബഫർ ടൈം കറക്റ്റ് ആക്കി വെക്കുക. അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്ന സമയങ്ങൾ എന്താണ്, കിട്ടുന്ന സമയം എന്താണ്, അതിനൊരു ക്ലാരിറ്റി വരുത്തുക. നാലാമത്തെ കാര്യമാണ് നമ്മുടെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഓരോ കാര്യത്തെ മുന്നിൽ വെക്കേണ്ടത് ഏതാണ്. നാലാമത്തൊന്ന് നോട്ട് യുവർ സക്സസ് ലെവൽ. നിന്റെ വിജയത്തിന്റെ ഭാഗം എഴുതി വെക്കുക. ഇന്നതാണ് ഇനി ഉണ്ടാകാൻ പോണത്, ഇനി ഇതൊക്കെയാണ് ഇതിന്റെ ലാസ്റ്റ് കോർ വാല്യൂ. ഇതൊരു ആൽഫൻ മെത്തേഡാണ്. ഇതൊരിക്കലും ഒറ്റ ശ്വാസത്തിൽ ഒറ്റ മിനിറ്റിൽ പറയുന്ന സാധനമല്ല. ഇതൊരു ദിവസം ക്ലാസ് എടുക്കാനുള്ള ഒരു മെത്തഡോളജിയാണ്. പക്ഷെ ഒരു മോഡലാണ് ടൈം മാനേജ്മെന്റ്. കാര്യം എന്നേക്കാൾ ടോപ്പ് ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്, നിങ്ങളെ ലീഡർമാരാണത്. ആ ലീഡർമാരോട് ചോദിക്കുക വാട്ട് ഈസ് ആക്ച്വലി ആൽഫൻ മെത്തേഡ്. അവർ കൃത്യമായിട്ട് അത് പറഞ്ഞു തരുന്നുണ്ടാകും. രണ്ടാമത്തെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 1-3-5 റോൾ എന്ന് പറഞ്ഞ റോൾ ഉണ്ട്. ഞാനിപ്പോ ഈ 1-3 റോള് മാത്രമേ പറയുന്നുള്ളൂ. 1-2-3 റോള് വേറെയുണ്ട്, 1-3-3 റോള് വേറെയുണ്ട്, 3-3-2 വേറെയുണ്ട്, അതുപോലെ തന്നെ 2-2-3 വേറെയുണ്ട്. ഇങ്ങനെ പല റോൾസും ഉണ്ട്. പക്ഷെ പറ്റുന്ന ഏറ്റവും നല്ല റോള് പറഞ്ഞേ ഉള്ളൂ. എന്താണ് അത് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1-3-5 എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ഒരുപാട് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു ബിഗ് ടാസ്ക് ചെയ്യുക, 3 കാര്യങ്ങൾ മീഡിയം ലെവലിൽ ചെയ്യുക, 5 കാര്യങ്ങൾ സ്മാൾ ലെവലിൽ ചെയ്യുക. എന്തിനാ പറയുന്നത്? ഇപ്പൊ ഞാനത് ഇൻഡസ്ട്രിയിലേക്ക് കണക്ട് ആക്കി പറയുന്നത് നമുക്ക് 1 ക്ലോസിംഗ് ആക്കുക, 3 വർക്ക് ഫോളോ അപ്പ് ആക്കുക, 5 ന്യൂ പ്ലാൻ ആക്കുക. ആ ലെവലിലേക്കായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഏതാണോ ബിഗ് ആകുന്ന ഒന്നുണ്ടാവണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ഞാനൊരു ലീഡറാണ് സാറേ, ഇന്നിന്റെ 3 NDO ഉണ്ട്, അത് പണി കിട്ടും. കാര്യം എന്താണ്, ഓടി എത്തൂല, സ്ഥലത്ത് എത്തൂല, കാര്യമായിട്ട് പറയാനും പറ്റില്ല, നമ്മളെ ഹെൽത്തിൽ അത് ഫിറ്റ് അല്ല, നമുക്ക് ചലഞ്ച് ആയി മാറും. ഒരു ബിഗ് ടാസ്ക് ഉണ്ടായിരിക്കണം, 3 മീഡിയം ടാസ്ക്, 5 സ്മാൾ ടാസ്ക്. ഒന്നെങ്കിൽ ഈ ലെവലിൽ ചെയ്യാം. എന്തായാലും ശരി, ലോകത്ത് എന്തിനെ കുറിച്ചും പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹാവിങ് ടൈം. സമയം ഉണ്ടാകലല്ല, ഇറ്റ് ഈസ് അബൌട്ട് മേക്കിംഗ് ടൈം. ആർക്കാ സമയം ഉള്ളത്? നമ്മൾ എപ്പോഴും പറയും സാറേ നിങ്ങൾക്കൊക്കെ ഇത് ചെയ്യാൻ നല്ല സമയം ഉണ്ടല്ലോ. അത് ആൾക്കാരോട് ചോദിച്ചു നോക്കണം. ആ സാറ് വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ അറിയണം, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി തിരിച്ചറിയണം. എന്നാൽ മനസ്സിലാകും അദ്ദേഹം സമയം ഉണ്ടാക്കുകയാണ്. ലോകത്ത് അംബാനിക്ക് സമയം ഉണ്ടായതുകൊണ്ടല്ല, മൂപ്പര കല്യാണം വരെ എന്താക്കി, ബിസിനസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതിന് സീരിയസ്ലി നമ്മൾ വരും കാലത്ത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ അറിയുന്നുണ്ടാകുക സംഭവങ്ങൾ. സോ ഞാൻ സീരിയസ്ലി നിങ്ങളോട് പറയുന്നത്, ആരുടെ കയ്യിലും സമയമല്ല, എല്ലാവർക്കും 24 മണിക്കൂറാണ്. പക്ഷേ ജയിച്ചവൻ ആ സമയം അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അദ്ദേഹത്തിനും കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ആലോചിച്ച് നോക്കുക, GTS വെക്കുന്ന സമയത്ത് വെക്കുന്ന ലീഡർമാരാകുന്ന എല്ലാവർക്കും കല്യാണങ്ങൾ ഉണ്ടല്ലോ, കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടല്ലോ. അടുത്ത വർഷം ഇന്നാല സമയത്ത് ബർത്ത്ഡേ നടത്താം, ഒരു ഡേറ്റ് പ്രഖ്യാപിക്കുകയാണ്. അന്ന് തന്റെ കുടുംബത്തിൽ എന്തെന്നതിനെ കുറിച്ച് ലീഡർമാർക്ക് ഒരു ബോധമില്ല, ചിന്തയില്ല. കാര്യം എന്താണ്, ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് നടക്കാനുള്ളത് ആ സമയത്ത് നടന്നോട്ടെ. നമ്മുടെ പ്രശ്നം എന്താണ്, നമുക്ക് ഫ്രീ ടൈം ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ പൊട്ടത്തരം. ഫ്രീ ടൈം എന്ന് പറയുന്ന ഒരു ടൈം ഇല്ല. അത് അന്വേഷിക്കുന്നിടത്തോളം കിട്ടപ്പെടാത്ത വസ്തുവാണ്. നമ്മൾ സംഗീതം എന്ന അനന്തസാഗരം തേടും തോറും അകലുന്നു എന്ന് പറഞ്ഞ പോലെ അത് തേടി നടക്കുന്നതാണ് പൊട്ടത്തരം. സമയം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ഐഡിയസ് ഈ ബിസിനസ്സിനകത്ത് കടന്നു വരുന്ന, ഇപ്പൊ രാവിലെ വർക്കിന് ഇറങ്ങുന്ന വിഷയത്തിലാവട്ടെ, മറ്റുള്ള വിഷയങ്ങളിലാവട്ടെ, ഒരു സമയവുമില്ല. ഇപ്പൊ നമ്മുടെ കിച്ചണിൽ നിന്നുകൊണ്ട് ഒരുപാട് ചേച്ചിമാർ, അമ്മമാർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ സമയം ഉണ്ടാക്കുകയാണ്. നല്ല മഴയുണ്ട്, അവർക്കും ഉത്തരവാദിത്തങ്ങൾ പലതും ഉണ്ട്. പക്ഷെ എന്താണ്, സമയം ഉണ്ടാക്കാനുള്ളതാണ്. എന്തിനു വേണ്ടി? ഇന്ന് നമ്മൾക്ക് സമയമില്ലെങ്കിൽ നാളെ നമുക്ക് സമയം വേണമെന്ന ബോധം വേണം. അതുകൊണ്ട് ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ളതൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. സോ സീരിയസ്ലി ടൈം വാട്ട് ബി മേക്ക് എന്നാണ്. മൂന്നാമത്തെ ടെക്നിക്സ് ആണ് WBS എന്ന് പറയാറുണ്ട്. എന്താണ് WBDS എന്ന് പറഞ്ഞാല് വർക്ക് ബ്രേക്ക് ഡൗൺ ഷെഡ്യൂൾ എന്നാണ്, അല്ലെങ്കിൽ സ്ട്രക്ചർ എന്നാണ്. ഈ സാധനം ഒരു പക്ഷേ ഒരു പ്രോജക്ട് മാനേജർക്കൊക്കെ അറിയാം. നമ്മുടെ ഗ്രേറ്റ് അഷ്റഫ് അലി സാഹിബിനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഈ പദം നന്നായിട്ട് അറിയുന്നുണ്ടാവും, WBS എന്ന് പറയുന്ന സാധനം. എന്തായാലും ശരി, നമ്മൾ ആലോചിച്ച് ചെറുതായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറയാണ്. വർക്ക് ബ്രേക്കിംഗ് സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യങ്ങൾ. ഒന്ന്, ഫൈൻഡിങ് വിച്ച് ഇൻഡിവിജ്വൽ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഈച്ച് പീസ് ഓഫ് വർക്ക്. ഈ കാര്യത്തിന് ആര്, ഉദാഹരണമായിട്ട് നമ്മളൊരു ബെറിയുടെ തീരുമാനിക്കണം, അപ്പൊ ഇന്നാലിന്റെ വിഷയത്തിന് ആരെ ഏൽപ്പിക്കണം. അതേപോലെ തന്നെ റിക്വയർഡ് റിസോഴ്സ്, നമുക്ക് എന്തൊക്കെയാണ് ആ പ്രോഗ്രാമിന് വേണ്ടത്, അല്ലെങ്കിൽ പ്രോഗ്രാം ബേസ് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. മറ്റുള്ള കാര്യത്തിനും ആവശ്യമുണ്ട്. നമുക്കൊരു സീലിംഗ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഇതൊരു WBS നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ ആ സ്ഥലത്തേക്ക് ഇത് ആവശ്യപ്പെടുന്നുണ്ടാകും. ആ സമയത്ത് നിങ്ങൾ ലീഡർമാർക്ക് ഇത് പറഞ്ഞിരുന്നുണ്ടാവും. നിങ്ങൾ STC പോലെ ലീഡർമാരെ കൃത്യമായിട്ട് ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചുണ്ടാവും. ഇവിടെ റിക്വയർമെന്റ്സ് ആൻഡ് മൈൽ സ്റ്റോൺ, എന്തൊക്കെയാണ് നമുക്ക് അതിന് അത്യാവശ്യമായ സാധനങ്ങളുണ്ട്. പ്രോട്ടോകോൾ, ക്വാളിറ്റി കൺട്രോൾ, എന്തൊക്കെയാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് പ്രോജക്ട്, ടോട്ടൽ ടൈം ഇതിന് എത്ര വേണ്ടി വരും, ഒരു സീലിംഗിന് ഏകദേശം എത്ര ടൈം വേണം, ഒരു NTC ആവാൻ എന്ത് വേണം, ഒരു RTC ആവാൻ എന്ത് വേണം, ഒരു STC, അതൊരു പ്രൊജക്ട് ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ സമയത്തിനകത്ത് വേണം. ദ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഡേറ്റ്, എന്നാണ് ആ പ്രൊജക്ട് തുടങ്ങേണ്ടത്, എന്നാണ് അവസാനിപ്പിക്കേണ്ടത്. അപ്പം ഓരോ ആളുകൾക്കും അതിൻ്റെതായ ഡ്യൂട്ടി കൊടുത്തിട്ട് വേണം ഈ WBS എന്ന് പറയുന്ന ടൈം മാനേജ്മെന്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഇനി നാലാമത്തെ ടെക്നിക്സ് ആണ് നമ്മുടെ എയ്സൻഹോവറിന്റെ മാട്രിക്സ് എന്ന് പറയുന്നത്. ഇത് എല്ലാവരും കേട്ടതായിരിക്കും. TM എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ് എന്നാണ്. ടിപ്സ് ഓഫ് ടൈം ഈസ് TM ഈസ് എയ്സൻഹോവർ മാട്രിക്സ് ആണ്. എയ്സൻഹോവർ മാട്രിക്സിൽ പ്രധാനമായിട്ടും വരുന്നത് 4 പ്രധാന കാറ്റഗറിയാണ്. നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും 4 കാര്യങ്ങളായിട്ട് മാറ്റാം. ഒന്നാമത്തത് അർജന്റ് ആയ മാറ്റർ, നോൺ അർജന്റ് ആയത്, മൂന്നാമത്തെ ഒന്ന് ഇമ്പോർട്ടന്റ്, നോട്ട് ഇമ്പോർട്ടന്റ്. ഇതിൽ നമ്മൾ ആദ്യം മുന്നോട്ട് വെക്കേണ്ടത്, ഇപ്പൊ ഉദാഹരണമായിട്ട് ഇന്ന് രാത്രി ഞാൻ ഡിസൈൻ ചെയ്യണം, നാളെ രാവിലെ ഞാൻ എന്റെ സമയം എന്തിനു കൊടുക്കണം. അപ്പൊ ഞാൻ ആദ്യം എഴുതേണ്ട മാറ്റർ ഇമ്പോർട്ടന്റ് ആൻഡ് അർജന്റ്. അത് ഇമ്പോർട്ടന്റും ആണ് അർജന്റും ആണ്. അങ്ങനത്തെ സാധനം എന്താണ്? ഉദാഹരണമായിട്ട് നാളെ ക്ലോസിങ്ങിന് ഒരാൾ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സാറ് നാളെ രാവിലെ വാ നമുക്ക് ക്ലോസിംഗ് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇമ്പോർട്ടന്റ്. അല്ലാതെ രാവിലെ ക്ലാസ് ഉദാഹരണമായിട്ട് മോർണിംഗ് മീറ്റിംഗ് അദ്ദേഹം കേൾക്കുകയാണ്. ആ മോർണിംഗ് മീറ്റിൽ അറിയാതെ ലീഡർ പറഞ്ഞു ലിസ്റ്റ് ഇല്ലാതെ ബിസിനസ്സിൽ ഇറങ്ങിയാൽ സക്സസ് ആവില്ല. ഇങ്ങോട്ട് ഇയാൾ എന്ത് ചെയ്തു, ലിസ്റ്റ് വേണല്ലേ, എന്റെ ഒക്കെ അതില്ല. ആ സമയത്ത് ഇയാൾ തലേന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, നാളെ രാവിലെ ക്ലോസിംഗിന് വരാം, അല്ലെങ്കിൽ ബിസിനസ് ഷെയർ ചെയ്യാൻ. ഒരു പ്രധാന ലീഡർ അദ്ദേഹത്തിന്റെ സമയമില്ലാത്ത ഒരു പ്രൊഫൈലുള്ള പ്രൊഫഷണൽ മനുഷ്യനാണ്. ആ മനുഷ്യനെ സമയം എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അതിന് പോയില്ല. അപ്പൊ ലീഡർ വിളിച്ചു ചോദിച്ചു, എന്തോടോ നീ അന്ന് പോകാഞ്ഞത്? ആ വ്യക്തി ആ ബിസിനസിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞില്ലേ? അല്ല സാറേ, ഐപ്ലേസിൽ പറഞ്ഞല്ലോ ലീഡർ ലിസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ രാവിലെ തന്നെ കാലും നീട്ടിന്ന് ലിസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. ഏതുവരെ? ഉച്ചച്ചോറ് വരെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. പിന്നെ ഉച്ചക്ക് ശേഷം ആ ലിസ്റ്റിലെ ആൾക്കാരെ പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു ദിവസമാണ് പോയി കിട്ടി. അതാണോ ആ സമയത്തുള്ളത്? അല്ല. സോ സീരിയസ്ലി സംഗതിയൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത് അർജന്റ് അല്ലല്ലോ നേരത്തെ. അതാ പറഞ്ഞത്, ആദ്യം ഇമ്പോർട്ടന്റ് അർജന്റിനെ മുന്തിക്കുക. രണ്ടാമത്തത് അർജന്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടന്റിനെ മുന്തിക്കണം, പക്ഷെ അത് ഡെലിഗേറ്റ് ചെയ്യണം. നമ്മളല്ല പോകേണ്ടത്, അത് വേറെ ആളെ ഏൽപ്പിക്കണം. ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് എന്താ പറയാ, നമ്മുടെ കുട്ടിയുടെ സ്കൂളിലേക്ക് പെട്ടെന്ന് പറഞ്ഞേക്കാൻ ഒരാൾ പോകണം, രക്ഷിതാവ് പോകണം രക്ഷാകർത്ത മീറ്റിങ്ങിന്. അത് അർജന്റ് ആണ്, എന്തോ സ്കൂളിൽ നിന്ന് കോൾ വന്നതാണ്, നോട്ട് ഇമ്പോർട്ടന്റ് എന്താവട്ടെ, ആ സമയത്ത് പെട്ടെന്ന് എത്താനുള്ളതാണെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യാം, ഞാൻ പോകണ്ട, വേറെ ആൾ പോയാൽ മതി. ദെൻ മൂന്നാമത്തെ കാറ്റഗറിയിലേക്ക് വരുന്നത് നോട്ട് അർജന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ നോട്ട് അർജന്റ് ആണ്. ആ സ്ഥലത്ത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക. എന്താ ഷെഡ്യൂൾ ചെയ്യാറുണ്ടാല്? ആ സാധനത്തെ കൃത്യമായിട്ട് എഴുതി വെക്കുക, ഇത് ഞാൻ ഇന്നാലുള്ള സമയത്ത് ഇപ്പൊ ചെയ്യണം. അതല്ല, നോട്ട് അർജന്റ് ആണ്, കാര്യം അന്നേരത്തെ ആവശ്യമില്ല, പക്ഷെ ഇമ്പോർട്ടന്റ് ആയ സാധനമാണ്, അത് ചെയ്തേ പറ്റൂ ജീവിതത്തിൽ. ഉദാഹരണമായിട്ട് ലിസ്റ്റ് ബിൽഡിങ്. അപ്പൊ അത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക. എന്നാൽ അന്ന് രാത്രി വർക്കൊന്നും ഉണ്ടാവില്ല, ഏകദേശം 8 മണിക്ക് ഞാൻ വീട്ടിലെത്തും, 8 to 9 മണി വരെ ഞാൻ ലിസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെയുള്ള സാധനം അത് ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ നോട്ട് അർജന്റ് ആണ്. ഇനി നാലാമത്തെ ഒരു ഘടകമുണ്ട്, പക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ ടൈം ആ നാലാമത്തേലാണ് പോകുന്നത്. ഏതാ നാലാമത്തെന്ന് അറിയോ? നോട്ട് ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റ്. അതാണ് റീല് കാണുക. വെറുതെ ഇരുന്ന് റീല് കാണാം, അല്ലെങ്കിൽ ആ പുതിയ സിനിമ കലക്കി വന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്നാൾ ഇതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ടല്ലോ, ഞാൻ അത് കിട്ടിയിട്ടുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കാണണമല്ലോ. ഇത് കണ്ടാൽ എത്ര, കണ്ടില്ലെങ്കിൽ എത്ര. നമ്മളിത് കണ്ടിട്ട് എന്ത് കാര്യമുള്ളത്? നമ്മൾ പ്രേമലു കണ്ടു, അതല്ലെങ്കിൽ മറ്റേത് കണ്ടു, സിനിമ കണ്ടു, അതല്ലെങ്കിൽ ഇന്നാലിന് നാടകം കണ്ടു, നമുക്ക് എന്ത് കാര്യമുണ്ട്? അതുകൊണ്ട് നമ്മളെ സമയം കൊണ്ട് ആ ഉള്ള ആള് കാശുണ്ടാക്കി. ആര്? അതിൻ്റെതായിരിക്കുന്ന സ്ട്രീം ചെയ്യുന്ന ആളുകൾ അതിന് കാശുണ്ടാക്കി. നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ നെറ്റ് പോയി, നമ്മുടെ സമയം പോയി, നമ്മുടെ കണ്ണിന്റെ കാഴ്ച പോയി, പലതും പോയി. നമുക്ക് നഷ്ടമുള്ളത്. സോ സീരിയസ്ലി നോട്ട് ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റിൽ ജന്മത്തിൽ സമയം കൊടുക്കരുത്. ഡിലീറ്റ് ഇറ്റ്, അത് അടുപ്പിക്കുക ചെയ്യരുത്. ഈ സ്ലൈഡ് നിങ്ങൾ ലീഡർമാരോട് ചോദിക്കണം. എഗൈൻ ഐ സേ, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലെവലിൽ ഇന്റർപ്രറ്റ് ചെയ്യരുത്. നമ്മുടെ ബിഗിനേഴ്സ് ആകുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരും ഇത് ലീഡറോട് ചോദിച്ചിട്ട്, ഇത് നിങ്ങളുടെ ലൈഫിന്റെ പിക്ചർ മാറ്റുന്ന സ്ലൈഡാണ്. ഓൾ അബൌട്ട് ടൈം മാനേജ്മെന്റ് ഈസ് ദി സ്ലൈഡ് 1. ഈ സ്ലൈഡിൽ എല്ലാം ഉണ്ട് എന്നതാണ്, ഇത് മനസ്സിലാക്കാം. മറ്റൊന്നാണ് ദ ബെനിഫിറ്റ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ ടൈം. നമുക്ക് എപ്പോഴും ഈ TM-ലൂടെ നമുക്ക് കിട്ടുന്നത്, ടൈം മാനേജ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ലൈഫ് കിട്ടുന്നതാണ്. നമ്മുടെ ലൈഫിന്റെ മൂല്യം, നമ്മൾ പറയില്ലേ ഒരു വാല്യൂ ഇല്ലാത്തവരെന്ന്. അപ്പൊ നമ്മളൊരു വില ഉണ്ടെന്ന് മനസ്സിലായി, നമുക്ക് എന്തോ ഒരു വാല്യൂ ഉണ്ട്. എന്താണ് നമ്മുടെ വില? ആ വില തിരിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളെ കോസ്റ്റ് പെർ ഇയർ, നമ്മൾ ഒരു വർഷത്തിലെ നമ്മളെ ഇയറിലെ വില. എൻ്റെ 2024 എൻ്റെ റേറ്റ് എത്രയും ചോദിച്ചാൽ, സാലറി നോക്കുക, ടാക്സ് നോക്കുക, ഓഫീസ് സ്പേസ് നോക്കുക, ഓഫീസ് എക്യുപ്മെന്റ്സ്, പ്രോഫിറ്റ് ജനറേറ്റ്, നമുക്ക് എന്താണ് എല്ലാ സാധനം കൂട്ടിക്കിഴിച്ച് നോക്കിയാൽ ഇതിനാണ് നമുക്ക് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഗൈഡിനകത്ത് കൃത്യമായിട്ട് നമ്മളുടെ എക്സ്പെൻസ് ആൻഡ് ഇതിന്റെ ഒരു സ്റ്റാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റം അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്താണ് ഈ വർഷത്തിനകത്ത്? ഇപ്പൊ ചെറിയ ഉദാഹരണം പറയട്ടെ. അപ്പൊ ഇത് എങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് മന്ത്ലി ഇൻകം 30,000 ആണ് എന്നുണ്ടെങ്കിൽ, ഒരു മാസം 30,000 വാങ്ങുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഏകദേശം അദ്ദേഹത്തിന്റെ ഡെയിലി അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ഇതെന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മുഖ്യവാരം വരാൻ സാധ്യത 1000 രൂപയാണ്. 30 മാസം 30 ദിവസത്തിന് 30,000 വാങ്ങണേ. അങ്ങനെയെങ്കിൽ 1000 ഡിവൈഡഡ് ബൈ 24 എന്ന് ഗുണിച്ചാൽ അദ്ദേഹത്തിന് ഒരു മണിക്കൂറിൽ 41 റുപ്യ വരാൻ സാധ്യതയുള്ളത്. 41 മണിക്കൂറിനെ നമ്മൾ വീണ്ടും എന്താ പറയാ, ഏകദേശം 60ലേക്ക് മിനിറ്റാൽ, ഒരു മിനിറ്റിൽ അദ്ദേഹത്തിന് ഏറിപ്പോയാൽ 60 പൈസയുള്ളൂ. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഒരു മാസം 30,000 വാങ്ങുന്നവനക്ക് ഒരു സെക്കൻഡിൽ അവൻ ആകെ 60 പൈസന്റെ ആളാണ്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കാം, നമ്മുടെ മൂല്യം എത്രയുള്ളൂ. ഇനി വേണ്ട, മാസം ഇതിൽ 15,000 വാങ്ങുന്ന ആൾക്കാരുണ്ട്. അതായത് മൈ ലൈഫിലേക്ക് വരുന്നതിന് മുന്നേ 10,000 വാങ്ങുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, 10,000 വാങ്ങുന്ന വ്യക്തിയായിരുന്നെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു മാസം വരുന്നതിൽ ഒരു ദിവസം 333 റുപ്യാണ്. ഈ 333 റുപ്യ ഡിവൈഡഡ് ബൈ നമ്മൾ 24 മണിക്കൂർ എന്ന് വിളിച്ചാൽ ഒരു മണിക്കൂറിൽ ഏറി പോയ 13 റുപ്യാണ്. ഈ 13നെ നമ്മൾ വീണ്ടും നമ്മൾ ഏകദേശം 30 വെച്ച് കൊണ്ടിച്ചാല് ഒരു എന്താ പറയാ -40 എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ എന്താ പറയാ 0.4 പൈസ. 4 പൈസന്റെ ആളാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു സെക്കൻഡിന് 4 പൈസ. ഇതാണോ നമ്മള്? ഇനി നമ്മൾ ഇതേ സാധനം നമ്മൾ എവിടെ എടുത്ത് നോക്കുക? ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാകുന്ന ഗ്രേറ്റ് എന്താ പറയാ ഇയാൾ എടുത്ത് നോക്കുക. മീൻസ് അദ്ദേഹത്തിന്റെ പേര് ജെഫ് ബെസോസ് എന്നാണ്. അദ്ദേഹം ഒരു സെക്കൻഡിൽ $5,000 വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രേ $5,000 എന്ന് പറയുമ്പോൾ ഏകദേശം 4.5 ലക്ഷം ഉറുപ്പിക. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, ഒരു സെക്കൻഡിൽ 4.5 ലക്ഷം ഉറുപ്പിക ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ മിസ്റ്റർ ജെഫ് ബെസോസും എലൻ മസ്കിനെ പോലെയുള്ള ആൾക്കാരും. അവരൊരിക്കലും എന്താണ് ഇയർ ബേസ്ഡ് അല്ല, അവർ ഇൻകം കൂട്ടൽ അസറ്റ് ബേസ്ഡ് ആണ്. എന്നാൽ പോലും ഞാൻ പറയട്ടെ, അങ്ങനെയാണ് സംഭവം. ഇനി വേണ്ട, നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ലീഡർ മുബീൻ സാർ എടുത്തു നോക്കുക. ഒരു മാസം 1 കോടിയാണ്.
ഒരു മാസം 1 കോടിയാണെന്നുണ്ടെങ്കിൽ മുബീൻ സാറിന്റെ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ 3.5 ലക്ഷം റുപ്യാണ്. ഏകദേശം 3,40,000 വരുന്നുണ്ടാവും. ഏകദേശം 1 CR ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ റേറ്റ് ആണ് 3.5 ലക്ഷം റുപ്യ. അപ്പൊ അദ്ദേഹത്തിന്റെ ഏകദേശം 3,40,000 എന്ന അർത്ഥത്തിലേക്ക് വരുമ്പോൾ ഡിവൈഡ് ബൈ 24 എന്ന് ഗുണിച്ചാൽ ഒരു മണിക്കൂറിൽ അദ്ദേഹത്തിന് ഏകദേശം 14,000 റുപ്യ ഉണ്ട്. ആലോചിച്ച് നോക്കുക, ഓരോ മണിക്കൂറിനും 14,000 ഉണ്ട്. അങ്ങനെ 14,000 വെച്ച് വീണ്ടും നമ്മൾ 14,500 എന്നുള്ള ലെവലിൽ വീണ്ടും നമ്മൾ എന്താ പറയുക, അതിനെ ഹരിച്ചു നോക്കണം. നമ്മളുടെ 30 വെച്ച് ഹരിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മണിക്കൂറിൽ 500-400 റുപ്യ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ട വിഷയം ഇതാണ്, നമ്മളുടെ കോസ്റ്റ് ഓഫ് ടൈം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മളുടെ വാല്യൂ കൂടുന്നത് നമ്മുടെ സെക്കൻഡിന് വാല്യൂ കൂടുമ്പോഴാണ്. സെക്കൻഡിന് വാല്യൂ കൂട്ടാത്തവൻക്ക് ഒരിക്കലും മണിക്കൂറിന്റെ വാല്യൂ കൂട്ടൂല. മണിക്കൂറിന്റെ വാല്യൂ കൂടാത്തവന്റെ മന്ത്ലി ഇൻകം കൂടൂല. മന്ത്ലി ഇൻകം കൂടാത്തവന്റെ ലൈഫ് ടൈം അസറ്റ് കൂടൂല. അതുകൊണ്ട് സെക്കൻഡുകൾക്ക് വാല്യൂ ഉണ്ട്. നമ്മൾ തമാശക്ക് കഥ പറഞ്ഞിരിക്കുമ്പോഴും റീല് കാണുമ്പോഴും ഒരു സെക്കൻഡ് പോയാൽ ആ സെക്കൻഡ് വാല്യൂ ഉള്ളതാണെന്ന് മനസ്സിലാക്കുന്നവർക്ക് ടൈം മാനേജ്മെന്റിന്റെ പവർ തിരിച്ചറിയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ ആണ് നമ്മളുടെ ടൈം മാനേജ്മെന്റ് നടത്തിയ നമ്മുടെ പ്രോകാസ്റ്റിനേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരുത്താൻ പറ്റും. എന്താണ് ആക്ച്വലി പ്രോകാസ്റ്റിനേഷൻ? പ്രോകാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി ഇഗ്നോർ ദ ടാസ്ക്. നമ്മൾ എന്താ ചെയ്യുക, ഒരു ടാസ്ക് കിട്ടിയാൽ അതിനെ ഇഗ്നോർ ചെയ്യാം. എന്നിട്ട് ഹോപ്പിംഗ് ഇറ്റ് വിൽ ഗോ വെൽ. അത് നന്നായിട്ട് പോകുന്നു മനസ്സിലാക്കുക. ഉദാഹരണമായിട്ട് ടീമിനകത്ത് എന്തോ ഇഷ്യൂ നടക്കുന്നുണ്ട്, നമ്മളാണ് തിരിഞ്ഞു നോക്കുന്നില്ല. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെയാണ് നടക്കുന്നേ, ടീം ആരും BOPക്ക് വരുന്നില്ല, GTSന് വരുന്നില്ല, അതൊക്കെയാണ് വന്നോളുന്നേ. ഇങ്ങനെ വെറുതെ ഇഗ്നോർ ചെയ്യുക. പ്രോകാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നാളേക്ക് നീട്ടി വെക്കുക, അതൊക്കെ നടന്നോളുന്നു. അതൊക്കെ മാരക ഡേഞ്ചറാ. മറ്റൊന്ന് അണ്ടർസ്റ്റാൻഡിങ് ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക്. നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാം, ഏകദേശം അത് ആണ്ട് പോയിക്കോളും, അതങ്ങനെ അങ്ങനെ നടന്ന് തിരിഞ്ഞ് വിറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആവുന്ന വെറുതെ ഒഴിവാക്കി വിടാം. ഓവർ എസ്റ്റിമേഷൻ യുവർ എബിലിറ്റീസ് ആൻഡ് റിസോഴ്സസ്. എന്ത് വന്നാലും ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഇപ്പോൾ STC ആയില്ലേ, ഞാൻ ഇപ്പോൾ DTC ആയില്ലേ, ഞാൻ ഇപ്പോൾ TC ആയില്ലേ, ഞാൻ ഭയങ്കര സംഭവം. ഇന്ന് ഓവർ എസ്റ്റിമേഷൻ, ഓവർ കോൺഫിഡൻസ് നല്ലതല്ല എന്ന് പറയാറുണ്ട്. നമ്മളെ കൈവിൽ നമ്മൾ അത്രത്തോളം വിശ്വസിക്കേണ്ട ചിലതൊക്കെ ലീഡർമാർ ഷെയർ ചെയ്ത് പരിഹരിക്കേണ്ടത് വരും. മറ്റേ ടെല്ലിങ് യുവർ സെൽഫ് ദാറ്റ് പുവർ പെർഫോമൻസ് ഈസ് ഓക്കെ. നമ്മളോട് തന്നെ പറയാം നമ്മുടെ പെർഫോമൻസ് തല്ലിപ്പൊളിക്കും. എന്നിട്ട് നമ്മളോട് തന്നെ എന്ത് പറയാം, അടിപൊളി ഉഷാറായിട്ടുണ്ടെന്ന്. പക്ഷെ അത് ഉഷാറായി ലീഡർ പറയുമ്പോഴും അതിനകത്തൊരു സാധനമുണ്ട്, എവിടെയോ ചില പാടിച്ചുകൊണ്ട് ശരിയാക്കി കേട്ടോന്ന്. അല്ലാതെ ലീഡറിനോട് ഉഷാർ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇമ്മന്ന് അങ്ങേപ്പുറത്തേക്ക് പോകാനില്ല എന്നുള്ള ലെവലിൽ ഒരു മൂലയിൽ ഇരിക്കരുത്. ഇറ്റ് വിൽ ടേക്ക് വെരി ഡേഞ്ചർ ആയിട്ട് വരുന്നുണ്ടാകും. ഡൂയിങ് സംതിങ് എൽസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ബിലീവിംഗ് ദാറ്റ് റിപ്പീറ്റഡ് മൈനർ ഡിലേസ് വോണ്ട് ഹർട്ട് യു. ചെറിയ നേരം പകൽ കുഴപ്പമില്ല, അത് കുറച്ച് അങ്ങോട്ട് നേരം പകലും കുഴപ്പമില്ല എന്നുള്ള ഒരു ചെറിയ ചിന്ത. അല്ലെങ്കിൽ ടോക്കിംഗ് അബൌട്ട് എ ഹാർഡ് ജോബ് റാദർ ദാൻ ഡൂയിങ് ഇറ്റ്. നമ്മൾ ചെയ്യൊന്നുമില്ല, പക്ഷെ വലിയ വടായി പറഞ്ഞിരിക്കുന്നുണ്ടാവും. സാർ നമുക്ക് ഈ ബിസിനസ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, SBGയേക്കാൾ വലിയ സിസ്റ്റം എനിക്കറിയാൻ പറ്റും. ശരിക്കും നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് ഇന്നതാണ്, ഇങ്ങനെ പറഞ്ഞ് വലിയ വർത്താനം പറയുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഇൻകം പ്ലാൻ പറയുമ്പോഴും നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് ഓരോ വീട്ടിലും കോളിംഗ് ബെല്ല് അടിക്കാണ്. ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ഓരോ നാട്ടിലെ പഞ്ചായത്തിലെ ആളുകളെ ഒരുമിച്ച് കൂട്ടിയെടുത്ത് അതിൽ നിന്ന് നമ്മളൊരു ഇന്റർവ്യൂ നടത്തി ഇങ്ങനെ പല വടായും പറയുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ മാറ്റി നിർത്ത്, നമ്മൾ ചെയ്താൽ മതി. ഡൂവർ ഇസ് ദ വിന്നർ. എന്തായാലും ആ സാധനം ഒരുപാട് ബിക്കമിങ് പാരലൈസ്ഡ് വെൻ ഹാവിംഗ് ടു മേക്ക് ചോയ്സസ്. നമ്മൾ ഓക്കെ, ഞാൻ ആ വിഷയങ്ങളൊന്നും പറയുന്നില്ല. സോ പ്രോകാസ്റ്റിനേഷൻ വെരി ഡേഞ്ചർ ആണ്. അത് ടൈം മാനേജ്മെന്റ് നടത്തുന്ന ഒരാൾക്ക് മാറുന്നുണ്ടാവും. ആ സ്ലൈഡ് നിങ്ങൾ ലീഡർമാരെ ചോദിക്കാം. ബട്ട് ഹൗ ടു മാനേജ് ഇറ്റ് എഫക്റ്റീവ്ലി. ഈ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുക? ഒന്നാമത് സെറ്റിംഗ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പ്രോപ്പർലി. ഞാൻ എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നത്, ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അറിയണം. പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയണം. ഓരോരുത്തർ ബിസിനസ് ചെയ്യാൻ ഓരോ കാരണമുണ്ട്. മുബീൻ സാർ ഈ ബിസിനസ്സിലേക്ക് വന്നത് പെങ്ങളെ കെട്ടിക്കാനും വീടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ അദ്ദേഹം ഇന്ന് മൾട്ടി മില്യണിയർ ആയിട്ട് മാറിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ എന്തിനാ വന്നത്, നമുക്കൊരു ലക്ഷ്യം വേണ്ട. വാട്ട് ഈസ് അവർ പർപ്പസ്? മറ്റൊന്നാണ് സെറ്റിംഗ് ഡെഡ് ലൈൻസ് വിത്ത് ഡിറ്റർമിനേഷൻ. ഉറപ്പിച്ചും ഒരു തീരുമാനം വെക്കുക, ഇതിന്റെ അപ്പുറത്തേക്ക് ഞാനാണ്ട് പോകൂല, ഞാൻ TC ആവും. ഇതിന്റെ അപ്പുറത്തേക്ക് ഞാൻ STC ആവും. ഇതിന്റെ അപ്പുറത്തേക്ക് പോകാതെ ഞാൻ ഇന്നാലും അച്ചീവ്മെന്റ് നടത്തും. എന്റെ കാർ ഇന്ന സമയത്ത് വരും. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ലൈഫിന് ഒരു ഡിറ്റർമൈൻഡ് ആയിരിക്കുന്ന ഡെഡ് ലൈൻ വെക്കണം. അതിന്റെ അപ്പുറത്തേക്ക് പോകാനെങ്കിൽ ഞാൻ മനുഷ്യനല്ല എന്നൊക്കെ പറയില്ല നമ്മൾ. ആ ലെവലിലുള്ള തീരുമാനം. പക്ഷെ കാല് നീട്ടി കിടന്നുറങ്ങാനല്ല ആ ഡയലോഗ്. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. എല്ലാ തീരുമാനം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യരുത്. നമുക്ക് കുറെ ഡെലിഗേറ്റ് ചെയ്യാം. എല്ലാം ഞാൻ തന്നെ ചെയ്യാം, ഞാൻ എന്റെ ടീമിന്റെ തമ്പുരാൻ, ഞാൻ അറിയാതെ ഇല്ല ഞാനത്. ആ സാധനമൊക്കെ ഒഴിവാക്കുക. നമ്മൾ എല്ലാവർക്കും സ്പേസ് കൊടുക്കുക, എല്ലാം ഡെലിഗേറ്റ് ചെയ്യും. മറ്റൊന്ന് പ്രയോറിറ്റൈസിങ് ദ ഡ്യൂട്ടീസ് ആൻഡ് ആക്ടിവിറ്റീസ്. നമ്മൾ ഏത് കാര്യത്തെ മുന്തിക്കണം പിന്തിക്കണം, ഇതിനെ കുറിച്ച് പ്രയോറിറ്റി എന്ന് പറയുന്ന സാധനം പഠിക്കണം. ഇതൊരു വലിയ സ്ലൈഡാണ് മൈ ഡിയേഴ്സ്. ഇത് ഓരോ വരിയും ഒരു സബ്ജക്റ്റ് ആണ്. സ്പെൻഡിങ് ദ റൈറ്റ് ടൈം ഓൺ റൈറ്റ് തിങ്. നമ്മൾ റൈറ്റ് ടൈമിൽ റൈറ്റ് ആണോ ചെയ്യുന്നത് എന്നുള്ളത് ശരിക്കും അളക്കുക. അത് എങ്ങനെ അളക്കല്? നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കുക, ഈ കർമ്മം ശരിക്കും എന്റെ ഭാവിയിൽ ആവശ്യമുള്ള കർമ്മമാണോ അല്ലേ, എന്നെ ബിസിനസ്സിൽ ലൈഫ് ലോങ് ഇത് സഹായിക്കുന്നതാണോ അല്ലേ? ഉദാഹരണമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഇഷ്യൂ വന്നു, ആ ഇഷ്യൂവിനെ പെരുപ്പിച്ച് ഊതി പറപ്പിക്കുകയാണ്. ആ സമയത്ത് സ്വയം ചിന്തിക്കേണ്ടത്, അല്ല ഞാൻ ഈ ഇഷ്യൂവിനെ കത്തിക്കാൻ വന്ന ആളാണോ, എന്റെ ഇൻകം പ്ലാൻ ശരിയാക്കാൻ, എന്റെ ലൈഫ് ശരിയാക്കാൻ വന്ന ആളാണോ? നമ്മൾ ലൈഫിൽ കൃത്യമായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമാണിത്. ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ശരിക്കും എന്നെ ലൈഫ് ടൈമിൽ സഹായിക്കുന്നതാണോ അല്ലേ? ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. സോ ഈ സീരിയസ്ലി ഇത് നമ്മൾ കൃത്യമായിട്ട് ടൈമിനെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പൊ ചെയ്യുന്ന കാര്യം, ഇപ്പൊ അങ്ങാടിയിൽ എന്തോ ഇഷ്യൂ നടക്കുന്നുണ്ട്, ആ ഇഷ്യൂല് പോയിക്കാണ് വെറുതെ അവിടെ നിന്ന് സമയമായി പോകുന്നത്. ഇത് തന്നെ ലൈഫുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അപ്പൊ സീരിയസ്ലി നമ്മളിന്നൊരു പ്രൊജക്ടിന്റെ പാർട്ടായിട്ട് വിഷനും മിഷനും കറക്റ്റ് വെച്ച് പോകുമ്പോൾ, ഒരു ഫോക്കസ് വെച്ച് പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചോദിക്കണം, ഞാൻ ഇപ്പൊ ചെയ്ത പണി
അത് 100% എന്നെ സഹായിക്കുന്നതാണോ? ഒരു പക്ഷെ അപ്ലൈന്റെ കുറ്റം പറയല്, അല്ലെങ്കിൽ ഡൗൺലൈന്റെ കുറ്റം പറയല്, അല്ലെങ്കിൽ വെറുതെ പോയി ഒരു ഫിത്തന ഉണ്ടാക്കുക. അതായത് പറയാ ഞാനൊക്കെ ഈ ബിസിനസ് നിർത്തി മാനെ, അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ അടിപൊളി ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല, കാര്യം ഇവിടെ ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. ഈ സാധനം നമ്മൾ പറയുന്നത് ഡൗൺലൈനോടാണ്. ഡൗൺലൈൻ ആ സമയത്ത് നിർത്തി പോകും. പക്ഷെ നാളെ ഇവൻ തല തിരിഞ്ഞിക്കാണ് റെഡിയായി വരുന്ന സമയത്ത് ഇവൻ തിരിച്ചുവിട്ട ഡൗൺലൈൻ ഇത് നിർത്തി പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പറയുന്ന വരി, നമ്മൾ ചെയ്യുന്ന കർമ്മം അത് നാളെ എന്നെ സഹായിക്കുന്നതാണോ അല്ലേ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി വേണം കാര്യങ്ങൾ ടൈം മാനേജ്മെന്റ്. മറ്റൊന്ന്, ടൈം മാനേജ്മെന്റിലെ പ്രധാനപ്പെട്ട മറ്റു കുറച്ച് കാര്യമാണ് പങ്ക്ച്വാലിറ്റി ഈസ് എ സ്പെഷ്യാലിറ്റി. പങ്ക്ച്വൽ ആയി നിൽക്കുക, നമ്മൾ കൃത്യത പാലിക്കുക എപ്പോഴും. പങ്ക്ച്വാലിറ്റി ഈസ് എ ഹയർ ക്വാളിറ്റി എന്ന് പറയാൻ ഞാൻ എഴുതാനാണ് വിചാരിച്ചത്, പക്ഷെ അറിയാതെ പെട്ടെന്ന് ടൈപ്പിംഗ് ഈസ് എ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു പോയി. ഈസ് എൻ ഹയർ ക്വാളിറ്റി എന്ന് പറയാം. ഒരു ഹൈ ലെവൽ ക്വാളിറ്റി ആണ് അത്ര പങ്ക്ച്വാലിറ്റി. ഫേസ് എവറിത്തിങ് വിത്ത് പ്രോ ആക്റ്റീവ് ലെവൽ. ഏത് സാധനം വന്നാലും പ്രശ്നം വന്നാലും അതിനെ ഫേസ് ചെയ്യണം. പക്ഷെ എങ്ങനെയാ ഫേസ് ചെയ്യേണ്ടത്? പ്രോ ആക്റ്റീവ് ആയിട്ട്, അതിനെ ഉതകുന്ന രൂപത്തിൽ, നാളെ ഗുണം വരുന്ന രൂപത്തിലായിട്ട്, എല്ലാവർക്കും ഗുണം വരുന്ന രൂപത്തിൽ, ഒരാൾക്കും തലവേദന വരുന്ന രൂപത്തിൽ അത് ഡീൽ ചെയ്യരുത്. മറ്റൊന്ന് ഡെവലപ്പിംഗ് റോട്ടിംഗ് വിത്ത് മോണിറ്റേർഡ് പ്രോഗ്രഷൻ. ഇതൊരു പ്രധാന ഘടകമാണ്. നമ്മൾ എപ്പോഴും പറയേണ്ട ഹാബിറ്റ്, 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചും ഒരു കർമ്മം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അത് മാത്രമല്ല, അതിൽ ഡെവലപ്പിംഗ് റൊട്ടീൻ ആയിരിക്കണം. അതന്നെ മോണിറ്റേർഡ് പ്രോഗ്രഷൻ ഉണ്ടായിരിക്കണം അതിനകത്ത്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റൊട്ടീൻ ഉണ്ട്, അത് മാത്രം പോരാ. ഞാനും ചെറിയ സ്ലൈഡൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക്, ഞാനും ചെറിയ ടീമും മീറ്റിംഗ് ഒക്കെ ഒന്ന് വിളിച്ചു നോക്ക്, ഞാനും ഒന്ന് എണീറ്റ് നിന്നാണ് പ്ലാനൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പ്ലാൻ പറയാൻ ഫുൾ അപ്ലൈൻ, അത് ജന്മത്തിലാണ് തീരുമാനിച്ചതാണ്. ഞാൻ ഒരു കുട്ടിയോട് ഇൻകം പ്ലാനും പറയില്ല, ഞാനൊരു കുട്ടിയോട് മറ്റേതും പറയില്ല. എന്നിട്ട് ആ ഹാബിറ്റ് നമ്മൾ തുടങ്ങൂല്ല. ഞാൻ സീരിയസ്ലി പറയട്ടെ, നമ്മുടെ റൊട്ടീനെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഒരു സാധനം കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഇതുവരെയുള്ള റൊട്ടീനിൽ നമ്മൾ രാത്രി വായിക്കുന്ന സാധനം ഇല്ലേ, റൊട്ടീനിൽ കയറ്റണം വായന. ഇങ്ങനെ ഓരോന്ന് ഫോക്കസ് ഓൺ വൺ തിങ് അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒന്ന് ചെയ്താൽ മതി. നമ്മൾ ഓർക്ക് 1ലും 2ലും പായും, അവിടെ പായും ഇവിടെ പാഞ്ഞ് ലാസ്റ്റ് പാഞ്ഞ് അലാക്കിന്റെ അലുങ്ങഞ്ഞാവും. ഒരാവശ്യമല്ല മൈഡിയേഴ്സ്. 1000 എന്താ പറയാ, ഒരു ഒറ്റ ചിന്തയുള്ളൂ നമുക്ക് വരുന്നത്. പ്രധാനമായിട്ടും ഒരു സമയത്ത് ഒന്ന് ചെയ്താൽ മതി. മറ്റൊന്ന്, ബി ഡെയർ ടു സേ നോ അറ്റ് അൺവാന്റഡ് മാറ്റേഴ്സ്. വേണ്ടാത്ത സാധനത്തിലോട് നോ പറയാനുള്ള ചങ്കൂറ്റ നമുക്ക് വേണം. ആദ്യം എനിക്ക് വേണ്ടാത്ത സാധനമാണോ, സോ ലീവ് ഇറ്റ്, എന്നെ അതിൽ പ്രതീക്ഷിക്കരുത്. അല്ലെങ്കിൽ നമുക്ക് അൺവാന്റഡ് ആയ സാധനം ഇപ്പോൾ കുടുംബത്തിനകത്ത് ഉണ്ടാവും. ഈവൻ ദ ഫുഡ് ആണെങ്കിൽ പോലും രാത്രി നമ്മൾ നല്ല വേറൊക്കെ നിറച്ചു കൃത്യമായിട്ട് വിശപ്പൊന്നും ഇല്ല നിൽക്കുകയാണെങ്കിൽ നല്ല ചിക്കനും മട്ടനും കൂട്ടണം, ഇതൊന്നും അടിച്ചേക്കാം. അത് ആ ഭക്ഷണത്തിനോടുള്ള താല്പര്യം മാത്രമേ ഉള്ളൂ, വയറിനകത്ത് ആവശ്യം ഉണ്ടാവില്ല. ആക്ച്വലി നമ്മൾ എപ്പോഴും വാട്ടർ തെറാപ്പിയാണ് ഏറ്റവും നല്ലതെന്ന് പറയാറുണ്ട്. രാത്രി ഭക്ഷണം കഴിച്ചാൽ തുടങ്ങുന്നത് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ കഴിക്കുന്നത്. അത്താഴം ഹാസ് ടു ബി വെരി ഏർലിയർ ആസ് യു നോ. സോ മറ്റൊന്നാണ്, സെറ്റ് എ ഫ്രീ ടൈം ഫോർ റിലാക്സേഷൻ ആൻഡ് പ്രയർ. നമ്മൾ ഈ ഓടിപ്പാച്ചിന്റെ ഇടയിലെ ഒരു റിലാക്സേഷൻ മസ്റ്റാ. ഉദാഹരണമായിട്ട് നമുക്ക് ഒന്ന് ഫാമിലിയുമായിട്ട് എവിടെയെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റോ, അല്ലെങ്കിൽ 5 മിനിറ്റോ 10 മിനിറ്റോ എന്നല്ല, ഒരു 2-3 മണിക്കൂർ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉല്ലസിക്കുക. ഞാൻ അതിനായിട്ട് ടൈം ഉണ്ടാക്കും ചെയ്യരുത് കേട്ടോ, അത് വേറെ കഥ. അതായത് സാറേ ഞാൻ ഫാമിലി റിലാക്സേഷൻ എല്ലാ ദിവസവും ആദ്യത്തെ 10 മണിക്കൂർ ആക്കി എന്നൊക്കെ പറഞ്ഞ് പൊട്ടത്തരാണ്. അതുപോലെ പ്രയർ, ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഈ ഓട്ടപ്പാച്ചിന്റെ ഇടയിൽ ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ നിസ്കാരാവട്ടെ, മറ്റുള്ള ആൾക്കാരാവട്ടെ, അതിൻ്റെതായിരിക്കുന്ന ദൈവികമായ പ്രാർത്ഥന. കാരണം ഇതൊക്കെ തെരഞ്ഞാൾ മേലണ. അവിടെ നന്ദി പറയാൻ നമുക്ക് സമയമില്ലെങ്കിൽ എവിടേക്ക് ഈ പാച്ചിലും. അപ്പൊ എന്ത് കിട്ടിയാലും ഒരു നന്ദി പറയാം. ഉദാഹരണം, ഒരു ജോയിനിങ് കഴിഞ്ഞാലോ, ഓ താങ്ക് ഗോഡ്, ഒരാളെങ്കിലും ജോയിൻ ചെയ്തല്ലോ, ഈ വ്യക്തി നാളെ എന്റെ മുബീനായാലോ, അല്ലെങ്കിൽ ഈ വ്യക്തി നാളെ എന്റെ ഡയമണ്ട് ആയിട്ടുണ്ടെങ്കിലും, ഒരു ജോയിനിങ് കഴിഞ്ഞാൽ ഉടനടി നന്ദി പറയണം. കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു ജോയിനിങ് ആണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി ഷുഹൈബ് സാറിന്റെ താഴെ വന്നിരിക്കുന്ന ഒരു 6 കോടിയുടെ എന്താ പറയാ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. അപ്പൊ ഞാൻ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ജോയിനിങ് ആണ്. സോ എല്ലാം അങ്ങനെ തന്നെയാണ്. മുബീൻ സാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ജോയിനിങ് ആണ് മനോജ് സാർ എന്ന് പറയുന്നത്. ആ മനോജ് സാറിന്റെ ഒരു ജോയിനിങ് ആണ് ഒരു SPG ആയി, ഒരു സാമ്രാജ്യമായി മാറുന്നത്. സോ ഈച്ച് ആൻഡ് എവറി സിംഗിൾ ജോയിനിങ് മേ ബി അൻ എംപറർ, ഒരു വലിയ സാമ്രാജ്യമായി മാറാം. അപ്പൊ ഒരു ജോയിനിങ്ങിന് താങ്ക് യു പറയണം. എന്ത് നടന്നാലും, ഒരു പ്രൊഡക്റ്റ് പോയാലും ഒരു പേസ്റ്റ് പോയാലും താങ്ക്സ് ഗോഡ്, അത് ദൈവത്തിന് നന്ദി പറയണം. ഡിസൈൻ ആൻഡ് ഇനഫ് ടൈം ടു മോണിറ്റർ, നമ്മൾ നിർബന്ധമായിട്ടും വേണ്ടത്. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ടൈം മാനേജ്മെന്റ് ഞാൻ ഇന്നെ നോക്കിയാൽ എത്തൂല. എപ്പോഴും വേണ്ടത് ഒരു ഔട്ട്സോഴ്സ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണമെന്നാണ്. മെൻഡറെ മുമ്പിൽ ചെന്നിട്ട് പറയാം, സാറേ ഞാൻ ഇന്നല്ല കാര്യം ഇങ്ങനെയൊക്കെ ചെയ്തു, ഇന്നത് പാളി ഇന്നതുണ്ടായി, അതുകൊണ്ട് സാർ ഇനി എന്താ വേണ്ടത്, ഇതിനകത്ത് നിങ്ങളുടെ ഒരു എന്താ പറയാ വിഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് ഇനഫ് എന്താ പറയുക അഡ്വൈസ് നമുക്ക് വേണ്ടതുണ്ട്. ഇത് നമ്മൾ പറയാൻ സമയം വേണം, ആ മോണിറ്റർ ചെയ്യാതെ നിന്ന് കൊടുക്കണം. സോ ദാറ്റ് ഈസ് ടൈം മാനേജ്മെന്റ്. എന്തായാലും ശരി, നമ്മളുടെ ജാക്മ എന്ന് പറയുന്ന ലോക പ്രശസ്ത താരം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും പറയുന്ന അലിബാബയുടെ ഇതിഹാസം, അദ്ദേഹത്തിന്റെ കഥകളൊക്കെ നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത്, ടുഡേ ഈസ് ഡിഫിക്കൽട്ട്, ഇന്ന് ഡിഫിക്കൽട്ട് ആണ്, ടുമോറോ ഈസ് വിച്ച് മോർ ഡിഫിക്കൽട്ട്, നാളെ അതിനേക്കാൾ ഡേഞ്ചറാണ്. നമുക്ക് അങ്ങനെ ഈ ബിസിനസ്സിനകത്ത് ഇന്ന് സാറേ ഭയങ്കര ഇതായി പോയി, നാളെ അതിനേക്കാൾ ഡേഞ്ചർ ആയിരിക്കും. പക്ഷെ ദ ഡേ ആഫ്റ്റർ ടുമോറോ, നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഈസ് ബ്യൂട്ടിഫുൾ, അത് അടിപൊളിയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കോമഡി എന്താണെന്നറിയോ, മോസ്റ്റ് പീപ്പിൾ ഡൈ ടുമോറോ ഈവനിങ് എന്നാണ്. എല്ലാവരും നാളെ രാത്രി മരിച്ചു എന്നാണ്. മറ്റൊരു വശം പറഞ്ഞാല്, ഇന്ന് ഇൻഡസ്ട്രി കുറച്ച് ടഫ് ആയിരിക്കും, ഒരു പക്ഷെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിലെ പേഴ്സണാലിറ്റിയോ നമ്മുടേതായിരിക്കുന്ന എക്സ്പീരിയൻസ് ഇല്ലായ്മയോ വെച്ചൊരു ഡിഫിക്കൽട്ട് കാണും. നാളെ കുറച്ചും കൂടി ടഫസ്റ്റ് മൊമെന്റ് ആയിരിക്കും, പക്ഷെ നാളെ നമ്മൾ മരിക്കും എന്നാണ്. അതായത് നാളെ നമ്മൾ ഈ ബിസിനസ്സിനെ കിറ്റ് ചെയ്യും, പക്ഷെ അതിന്റെ മറ്റന്നാൾ ടോപ്പ് ചാൻസ് വരാനുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞ വാക്കിൽ മോസ്റ്റ് പീപ്പിൾ ഡൈ ടുമോറോ ഈവനിങ്, എല്ലാവരും നാളെ മരിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് സീരിയസ്ലി ഒരു കിടിലം പോയിന്റ് ആണ്. അതുപോലെ വേറൊരു നേതാവ് പറഞ്ഞൊരു വാക്കാണ്, ആ നേതാവിന്റെ ഫോട്ടോ ഉണ്ട്, ആ നേതാവിന്റെ പേര് ഞാൻ പറയില്ല, കാര്യം ദ ഗുഡ് ഡേ ടു സ്റ്റാർട്ട് ഇറ്റ് വാസ് യെസ്റ്റർഡേ. തുടങ്ങാൻ നല്ലത് ഇന്നലെ ആയിരുന്നു.
ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു വരിയാണ്. അതൊക്കെ നീ തുടങ്ങിയ സമയത്ത് തുടങ്ങേണ്ടിയെന്നതാണ്. പക്ഷെ ശരിക്കും ഇപ്പോ ലേറ്റായി. ഇനി ചില ആൾക്കാർ പറയുന്നതാണ് ഇറ്റ് ഈസ് ബെറ്റർ ആൾസോ ടു ബി ടുമോറോ. ഏതായാലും ഇപ്പൊ പറ്റൂല, ഞാൻ മോളെ കല്യാണം കഴിഞ്ഞ് അടുത്ത 2025 കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിൽ നിന്ന് വരണ്ട, അപ്പൊ ഞാൻ തുടങ്ങാന്ന് പറയും. പക്ഷേ അവരോടൊക്കെ പറയാൻ ടുഡേ ഈസ് ദ ബെസ്റ്റ് ഡേ. ഇന്നാണ് അങ്ങനെയുണ്ട്. ഒരാൾ ചോദിക്കുന്നുണ്ട് ആരാണ്, അതൊരു മഹാ ഇതിഹാസമാണ്, അയാളെ പേര് കിട്ടിയില്ല, ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ടുഡേ ഈസ് ദ ബെസ്റ്റ് ഡേ. ഇന്നാണ് ഏറ്റവും ടോപ്പ് ഡേ ടു സ്റ്റാർട്ട്, തുടങ്ങാൻ. അതാണ് മനോജ് സാർ എപ്പോഴും അഫർമേഷന്റെ ടോക്കിൽ പറയുന്നത്, ടുഡേ ഈസ് ദ ബെസ്റ്റ് ഡേ, ദിസ് ഈസ് ദ വെരി കറക്റ്റ് ഫിറ്റ് സെറ്റ് മൊമെന്റ്. ഇതാണ് ഏറ്റവും ടോപ്പ് മൊമെന്റ്, ഇതിനേക്കാൾ നല്ലൊരു സമയം വരാനില്ല എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കാം. എന്തായാലും ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് മാനേജ്മെന്റാ. നമ്മൾ സീരിയസ്ലി മനസ്സിലാക്കുക, ലൈഫിനെ മാനേജ് ചെയ്യാൻ അയാൾക്ക് പറ്റുന്നത് ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റുമ്പോഴാണ്. കാര്യം ഒരു സെക്കൻഡിനെ മാനേജ് ചെയ്യുന്നതാണ് ഒരു മിനിറ്റ് ആകുന്നത്. ഈ ഒരുപാട് മിനിറ്റുകൾ മാനേജ് ചെയ്ത വ്യക്തിക്ക് മിനിറ്റുകളുടെ ഒരു മണിക്കൂറിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മണിക്കൂറിനെ മാനേജ് ചെയ്ത വ്യക്തിക്ക് ഒരു ഡേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഒരുപാട് മണിക്കൂറുകൾ കൂടിയതാണ് ഒരു ദിവസം. ഒരു ദിവസത്തെ മാനേജ് ചെയ്തവനക്ക് ഒരാഴ്ച മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഒരുപാട് ദിവസം കൂടിയതാണ് ഒരാഴ്ച. ഒരാഴ്ചയെ മാനേജ് ചെയ്തവനക്ക് ഒരു മന്തിനെ, ഒരു മാസത്തെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഒരുപാട് മാസം, ആഴ്ച കൂടിയതാണ് ഒരു മാസം. ഒരു മാസത്തെ മാനേജ് ചെയ്തവനക്ക് ഒരു ഇയറിനെ മാനേജ് ചെയ്യാൻ പറ്റും. കാര്യം ഒരുപാട് മാസം കൂടിയതാണ് ഒരു ഇയർ. ഒരു ഇയറിനെ മാനേജ് ചെയ്തവനക്ക് ഒരു ആയുഷ്കാലം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഒരുപാട് ഇയറുകൾ കൂടിയതാണ്, ആ വർഷം കൂടിയതാണ് ഒരു മനുഷ്യന്റെ പുരുഷായുസ്, അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ആയുഷ്കാലം എന്ന് പറയുന്നത്. സോ എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം എ സിംഗിൾ സെക്കൻഡ്. ആ സെക്കൻഡിനെ മാനേജ് ചെയ്യാൻ പറ്റിയവനക്ക്, ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റിയവനക്ക് മാത്രമേ തന്റെ ആയുഷ്കാലത്തെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാ മാനേജ് ചെയ്യല്? സ്ട്രെസ് എങ്ങനെ റിലീസ് ആകണം എന്ന് അറിയണം. നമുക്ക് പ്രോകാസ്റ്റിനേഷൻ ഒഴിവാക്കാൻ അറിയണം. ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് വരും, അതിനെ മാനേജ് ചെയ്യാൻ നമ്മളൊരു മൂലയ്ക്ക് നിന്നാണ് എല്ലാവരോടും പിണങ്ങി ലീഡറോട് ദേഷ്യവും. ഇനിയിപ്പോ ലീഡർ അലർജിയായി, ബിസിനസ് അലർജിയായി. പിന്നെ നമ്മൾ ചെറിയുന്ന ഒരു സാധനമുണ്ട്, സാറേ എനിക്കെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, ഞാൻ ആകെ ടയേർഡായി, ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി. ആരെ അങ്ങനെ ആകാൻ പറഞ്ഞു? ഒരു സെക്കൻഡിനെ മാനേജ് ചെയ്യാൻ പഠിക്കും സുഹൃത്തെ, എന്നാൽ നിനക്ക് സിമ്പിൾ ആയിട്ട് ലൈഫിനെ മാനേജ് ചെയ്യാം. എന്തായാലും ശരി, ദ ബാഡ് ന്യൂസ് ഈസ് ടൈം ഫ്ലൈസ്. നമുക്ക് ഏറ്റവും അറിയുന്ന ഒരു വൃത്തികെട്ട വാക്ക്, അതല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു വാക്കാണ് സമയം സഞ്ചരിക്കുന്നു. ഞാൻ എപ്പോഴും ലീഡർമാരേക്ക് എന്റെ സാറന്മാരേക്ക് കേട്ടൊരു വാക്കായിരുന്നു, ടൈം ആൻഡ് ടൈഡ് വിൽ നോട്ട് വെയിറ്റ് ഫോർ എനിവൺ. സമയം ആരെയും കാത്തു നിൽക്കാറില്ല. ദ ഗുഡ് ന്യൂസ്, അതിനകത്തൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. അതിന്റെ എയർക്രാഫ്റ്റിന്റെ യഥാർത്ഥ പൈലറ്റ് നീ തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമയം പറക്കുന്നു. നമ്മൾ പറയാറില്ലേ, സമയം കിടന്ന് പറക്കല്ലേ. പക്ഷെ ഒറ്റ സാധനം, ആ പറക്കണ വണ്ടിയുടെ ഡ്രൈവർ ആരാ? അത് നീയാണ്. അതൊരു സന്തോഷ വാർത്തയാണ്. അതുകൊണ്ട് മനസ്സിലാക്ക്, യു മസ്റ്റ് ബി ദ റിയൽ ഡ്രൈവർ ഓഫ് യുവർ ഓൺ ടൈം. നിന്റെ സമയത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നീ തന്നെ ഇരിക്കണം. കാര്യം ക്ലോക്ക് വട്ടം കറങ്ങുന്നുണ്ടെങ്കിലും ആ ക്ലോക്ക് നിന്നെയല്ല വട്ടം കറക്കേണ്ടത്, ആ ക്ലോക്കിനെ നീയാണ് വട്ടം കറക്കേണ്ടത്. ഹൗ ഇറ്റ് ക്യാൻ ബി പോസിബിൾ? വെൻ യു മേക്ക് എ ഗുഡ് പ്ലാൻ. നല്ലൊരു പ്ലാന്, ടൈം മാനേജ്മെന്റ് ഉണ്ടാകുമ്പോഴാണ്. എന്തായാലും ഓൾ ഡേയ്സ് ആർ ഗുഡ്. ലാസ്റ്റ് സ്ലൈഡ് ആണ്. ഓക്കെ, സോ സീരിയസ്ലി ഓൾ ഡേയ്സ് ആർ ഗുഡ്. എല്ലാ സമയവും ഏറ്റവും നല്ലതാണ്. ഒരു സമയവും വൃത്തികെട്ടത് ആസ് പെർ അവർ മൈൻഡ്. അതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റ് പോലെയാണ്. കാര്യം ഈ പ്രപഞ്ചത്തിലെ ഒരു പ്രധാന തത്വജ്ഞാനമാണ്. ഖുർആനിൽ വന്നൊരു വാക്കാണ്, അല്ലെങ്കിൽ ഖുർആനിൽ ഒരു ഖുദ്സിയായ ഹദീസിൽ വന്ന വാക്കാണ്, ലാ തസുബ്ബു ദഹർ. കാലത്തെ നിങ്ങൾ കുറ്റം പറയല്ലേ. കാര്യം എന്താണ്? ഞാനാണ് കാലം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. കാലത്തെ നമ്മൾ കുറ്റം പറയരുതെന്നാണ്. നമ്മൾ പറയില്ലേ, ഇതിന്റെ ഒരു കഷ്ടകാലമാണ്, ഇതൊരു പണ്ടാരടക്കിയ കാലമാണ്, ഇതൊരു വൃത്തികെട്ട വെള്ളി, ഇതൊരു വൃത്തികെട്ട ഞായർ, ഇത് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഏറ്റവും ദുരന്തമുള്ള ബുധന്, അല്ലെങ്കിൽ എന്താ പറയാ മെയ്, ജൂൺ, ഒന്നും പറയരുത്. കാര്യം എന്താ? ആ കാലം ദൈവമാണ്. കാര്യം ആ കാലമാണ് നമ്മുടെ പുരുഷായുസ്. നമ്മൾ ചീത്ത പറയുന്നത് നമ്മളെ തന്നെയാ, മലന്ന് കിടന്നാ തുപ്പുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇസ്ലാമിക ആപ്തവാക്യമാണ്, കാലത്തെ നിങ്ങൾ ചീത്ത പറയുന്നത്. കാര്യം എന്താണ്? എവറി ഡേ ഇസ് എ ബ്ലെസ്സിങ്. ഓരോ ദിവസവും ഒരു ബ്ലെസ്സിങ് അല്ലേ മൈ ഡിയർ? എ ന്യൂ ലൈഫ് അല്ലേ, ഒരു പുതിയ ജീവിതമല്ലേ കിട്ടുന്നത്. കാര്യം ലൈഫിന്റെ ഗ്രീസിൽ നിന്ന് ഔട്ടായവൻ ഇന്ന് ഉണർന്നിട്ടില്ല, അവൻ ബാറ്റ് എന്തായാലും വന്നിട്ടില്ല. അതേസമയത്ത് തന്നെ എന്താ പറയാ, സീരിയസ്ലി നമ്മൾ ആലോചിക്കുന്നത് ആൻഡ് എ ന്യൂ ഹോപ്പ്, ഒരു പ്രതീക്ഷയല്ലേ ഇന്ന്. കാര്യം ഇന്ന് പുതിയതെന്തോ ചെയ്യാനുണ്ടായതുകൊണ്ടല്ലേ ഞാനും നമ്മളും നിങ്ങളൊക്കെ ഉണർന്നത്. ഇന്ന് പുതിയതെന്തോ ചെയ്യാനുണ്ടായതുകൊണ്ടല്ലേ സ്റ്റിൽ വി ആർ ഹെൽത്തി, നമ്മൾ ഹെൽത്തി ആയി നിൽക്കുന്നത്. ഇന്ന് കാതിലെ കാഴ്ച നഷ്ടപ്പെട്ട എത്രയാളുണ്ട്? കാര്യം അദ്ദേഹത്തിന് കേൾക്കാനുള്ളത് കഴിഞ്ഞു. ഇന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, അദ്ദേഹത്തിന്റെ കാഴ്ചകളുടെ ലോകം അസ്തമിച്ചു, അദ്ദേഹത്തിന് കാണാനുള്ള ഭാഗ്യം ദൈവം പിൻവലിച്ചു. നിങ്ങൾ അയച്ചു, നമുക്കെല്ലാം സ്റ്റിൽ വർക്കിംഗ് വെൽ, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. വൈ? നമുക്ക് പുതിയ പ്രതീക്ഷകളാണ്. ഓരോ ദിവസവും ഒരു പ്രതീക്ഷയാണ്. കാര്യം എന്നും നിങ്ങൾ പ്രപഞ്ചത്തിൽ നോക്കിയാൽ ഒരു പുൽനാമ്പെങ്കിലും നിങ്ങൾ കിളിർത്തു പൊങ്ങിയത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. സോ സീരിയസ്ലി നമുക്ക് അറിയുന്ന ഒറ്റ കാര്യമുണ്ട്, എന്താ പറയാ, എല്ലാ ദിവസവും ഒരു ഗുഡ് ഡേ ആണ്. എവറി ഡേ ഇസ് എ ഗുഡ് ഡേ. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റാർട്ട്. അതുകൊണ്ട് ഇന്ന് തുടങ്ങും. ഇഫ് നോട്ട് നൗ, ഇപ്പൊ തുടങ്ങിയില്ലെങ്കിൽ ദെൻ വെൻ ആൻഡ് ഹൗ. ഇതൊരു വാക്കാണ്, ഇതൊരു മുദ്രാവാക്യമാണ്. നിങ്ങൾ ഹൃദയം കൊണ്ട് പറഞ്ഞു നോക്ക്. ഇഫ് നോട്ട് നൗ, ഇപ്പൊ തുടങ്ങിയില്ലെങ്കിൽ ദെൻ വെൻ ആൻഡ് ഹൗ. ഇത് പിന്നെ എപ്പോഴാ തുടങ്ങല്? ഇന്ന് ഈ ബിസിനസ് ചെയ്തില്ലെങ്കിൽ എന്ന് ചെയ്യാനാ? ഇന്ന് നമ്മൾ പ്ലാൻ കൊടുത്തില്ലെങ്കിൽ എന്ന് ഉണരാനാണ്. ഇനി ഉണർത്താൻ ആരെയാ വെയിറ്റ് ചെയ്യണത്? എന്റെ അപ്ലൈൻ വരട്ടെ, എന്റെ മെൻഡർ ഇരിക്കട്ടെ, ഞാൻ അങ്ങനെ ആക്കട്ടെ ഇങ്ങനെ ആക്കട്ടെ, കാത്തു നിൽക്കല്ലേ മൈ ഡിയേഴ്സ്. ജസ്റ്റ് ടൈമാണ് ഈ പോകുന്നത്.
വിലപ്പെട്ട സമയമാണ്. ഓരോ സെക്കൻഡ് നിനക്ക് നഷ്ടപ്പെടുന്നത് കോടികളാണ്. സോ ദെൻ വെൻ ആൻഡ് ഹൗ ടുഡേ ഈസ് ദ ബെസ്റ്റ് ഡേ. ഇന്നാണ് ആ ഏറ്റവും ടോപ്പ് ഡേ. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും സമയത്തിന്റെ ക്ലോക്കിൽ തന്നെ താങ്ക് യു പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉന്നതങ്ങളിലേക്ക് നിങ്ങൾ ഈ പാറി പറന്നെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നമുക്കൊക്കെ അറിയാം ആനേസ് ഉസ്കെ ആയേ ബഹാർ ജാനേസ് ഉസ്കെ ജായേ ബഹാർ എന്ന് പറഞ്ഞ പോലെ ആനേസ് ഉസ്കെ അവൻ വന്നപ്പോ ജീവിതം ഉഷാറായി എന്ന് പറയുമ്പോ അത് മൈ ലൈഫ് വന്നപ്പോ, SPG വന്നപ്പോ, എന്റെ ലീഡർ വന്നപ്പോ എന്ന് ചിന്തിച്ചാല് അവിടെ തൊട്ട് നിങ്ങളുടെ ലൈഫിന്റെ പിക്ചർ മാറുകയാണ്. നന്മകൾ നേർന്നുകൊണ്ട് വലിയ നല്ല നല്ല നാളുകളിൽ വിജയമുള്ള നാളുകൾ കടന്നു വരട്ടെ. പ്രശോഭിതമായിരിക്കുന്ന, പ്രസന്നമായിരിക്കുന്ന, സന്തുഷ്ടി പ്രഖ്യാപിക്കുന്ന, ഏറ്റവും നല്ല സ്തുത്യർഹമായിരിക്കുന്ന, ഏറ്റവും അഭിവൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ, അനുഗ്രഹങ്ങളുടെ, സമ്പൽ സമൃദ്ധിയുടെ, എല്ലാവിധ ഐശ്വര്യ പൂർണിമയുടെയും വെണ്ണിലാവ് പറക്കുന്ന നാളുകൾ വരട്ടെ എന്ന് ആശംസിച്ച് താങ്ക് യു. ഗോഡ് ഐമൻ ഓൾ ഓഫ് യു. See you on top and best wishes. Your program is concluding. Okay, thank you. Bye.